بسم الله الرحمن الرحيم إن في ذلك لآيات لقوم يعقلون وإن تعجب فعجب قولهم أإذا كنا ترابا أإنا لفي خلق جديد أولئك الذين كفروا بربهم وأولئك الأغلال في أعناقهم وأولئك أصحاب النار هم فيها خالدون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو اتبع الحق أهواءهم لفسدت السماوات والأرض ومن فيهن بل أتيناهم بذكرهم فهم عن ذكرهم معرضون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. أيا خير خلق الله دعوة مذنبي تخوف من نار الجحيم توقدا. فيا رب حقق لي رجائي فإنني أخاف بأن نقصى طويلا وأطردا. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാൻ സംഘടിപ്പിക്കപ്പെട്ട സുന്നി പ്രഭാഷണ വേദിയിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. നാദാപുരം ഈ ഒരു വർഷത്തിനിടയിൽ വിനീതനായ ഞാൻ തന്നെ വളരെ കൂടുതൽ പ്രസംഗിച്ചിട്ടുണ്ട്. അതിൽ സൂറത്തുൽ ഫാത്തിഹ ആദ്യം മുതൽ അവസാനം വരെ 7 ആയത്തുകൾ, ഓരോ ആയത്തുകൾ ഓരോ ദിവസം ഈ അടുത്ത് നാം സംസാരിച്ചിട്ടുണ്ട്.
ഒരു ദിവസം സൂറത്തുൽ ഫാത്തിഹയുടെയും അഊദു ചൊല്ലുന്നതിൻ്റെയും നിയമങ്ങളെ സംബന്ധിച്ചും മഹത്വത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സീഡികൾ നേരത്തെ കേൾക്കാത്തവർക്ക് സംഘടിപ്പിക്കാം. അതുപോലെ പെരുന്നാൾ ദിന പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഖണ്ഡന പ്രസംഗമാണ്. നാം കഴിഞ്ഞ വർഷം ഒരു ഹദീസ് 7 ദിവസം സാധാരണക്കാരായ ആളുകൾക്ക് മതബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആദ്യം സംസാരിച്ചിരുന്നു. അതൊരു വിമർശന പ്രസംഗം ആയിരുന്നില്ല. ശേഷം ഇവിടെ ജീവിക്കുന്ന മുസ്ലിം ഭൂരിപക്ഷം ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളാണ് എന്ന് വരുത്തി തീർക്കുന്ന പ്രസംഗങ്ങളും അല്ലാഹുവിന് അവയവങ്ങളുണ്ടെന്നും അവൻ ഒരു സ്ഥലത്ത് ഇരിക്കുന്നുവെന്നും കയറുന്നുവെന്നും ഇറങ്ങുന്നുവെന്നുമൊക്കെ വിശ്വസിക്കണമെന്നും അങ്ങനെ മുസ്ലിങ്ങൾക്ക് അംഗീകാരമില്ലാത്ത ആശയങ്ങൾ ഇവിടെ വന്ന് ഒരാൾ പ്രസംഗിക്കുകയും പ്രസംഗത്തിനിടയിൽ മുസ്ലിം പണ്ഡിതന്മാരെ വളരെ ആക്ഷേപിച്ച് തെറി പറയുകയും നിസ്സാരപ്പെടുത്തുകയും ചെയ്തപ്പോൾ അതിൻ്റെ മറുപടിയായി ഘട്ടം ഘട്ടമായി നാം പ്രസംഗിച്ചിട്ടുണ്ട്. ഇത് 4ാമത്തെ ഘട്ടമാണ്. ഇനിയും ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ നാം അല്ലാഹുവിന്റെ ദീൻ സത്യമായി പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വേണ്ടി വന്നാൽ ഖിയാമത്ത് നാൾ വരെ നമ്മളും നമ്മുടെ സുഹൃത്തുക്കളും ശിഷ്യ പരമ്പരകളും എല്ലാം ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കും. അല്ലാഹുവിന്റെ ദീൻ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അതിന്റെ വസ്തുത ഇന്നതാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രവർത്തകന്മാർക്ക് ഉണ്ട്. ആ ബാധ്യത നിർവഹിക്കുകയാണ് ഇതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഇനിയും ഒരുപാട് വിഷയങ്ങൾ, അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രസംഗങ്ങൾ ഖണ്ഡിക്കാൻ ഉണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ഷാർജയിലെയും ബഹ്റൈനിലെയും മറ്റും ഒരുപാട് പ്രസംഗങ്ങൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രസംഗവും ആദ്യം മുതൽ അവസാനം വരെ പിഴവാണ്. അതുകൊണ്ട് സമയം കിട്ടുന്ന സമയത്തൊക്കെ എവിടുന്നായിരുന്നാലും അദ്ദേഹത്തിന്റെ പിഴവുകൾ ലോകത്ത് പ്രചരിപ്പിക്കപ്പെടുന്നതിൽ നിന്ന്, അത് മുസ്ലിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതിൽ നിന്ന് തടയിടാൻ ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിനെതിരെ അഥവാ ഈ സുന്നത്ത് ജമാഅത്തിന്റെ എതിരായ ആശയങ്ങൾക്കെതിരെയുള്ള ഈ ഖണ്ഡന പ്രസംഗം തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. സഹോദരന്മാരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅ അത് അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ ശിഷ്യന്മാരായ സ്വഹാബികളും ആ സ്വഹാബികൾ പഠിപ്പിച്ചത് നന്നായി ഗ്രഹിച്ച് ലോകത്ത് പരിശുദ്ധ ദീൻ പഠിപ്പിച്ചു തന്ന ഇമാമുകളും അവരെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്ത് ഇന്നുവരെയും തുടർന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസങ്ങളും കർമ്മങ്ങളും, അതാണ് സുന്നത്ത് ജമാഅത്ത്. ഏത് കക്ഷികൾ വന്നാലും നമുക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ, അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തും പഠിപ്പിച്ചതുപോലെ ഇവിടെ പ്രചരിപ്പിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ത്യനാളാകുമ്പോൾ ഇതൊക്കെ സംഭവിക്കും എന്നത്
നമ്മുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വയക്സുറുൽ ജഹ്ലു, അന്ത്യനാളാകുമ്പോൾ വിവരക്കേട് വർദ്ധിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അറിവുകേട് വർദ്ധിക്കും. ആ സമയത്തുള്ള അവസ്ഥ എന്താണ്? യുഖ്ബദുൽ ഇൽമു ബിഖബ്ദുൽ ഉലമാ, ആലിമീങ്ങളെയൊക്കെ അല്ലാഹു തആല പിടിച്ചെടുത്ത് ആലിമീങ്ങൾ മരണപ്പെട്ടു പോകുന്നതിനാൽ ഈ ലോകത്ത് ഇമാമിങ്ങളും ആലിമീങ്ങളും ഇല്ലാത്ത ഒരു കാലം. ഹത്താ ഇദാ ലം യബ്ഖ ആലിമുൻ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരൊറ്റ മുജ്തഹിദായ ആലിമും ഒരൊറ്റ മഹാനായ ഇമാമും ഇല്ലാത്ത കാലം വരും. ആ കാലഘട്ടത്തിൽ എന്താണ് സംഭവിക്കുക? ഇത്തഖദന്നാസു റൂസൻ ജുഹാലാ, പല ജനങ്ങളും വിവരമില്ലാത്ത കക്ഷികളെ നേതാക്കന്മാരായി അവരോധിക്കും. ഫസുഇലു, എന്നിട്ട് ആ വിവരമില്ലാത്ത കക്ഷികളോട് പലരും ചോദിക്കപ്പെടും. ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, അങ്ങനെ അറിവില്ലാത്ത നിലക്ക് പലതും അവർ മറുപടി പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യും. ഫവല്ലൂ വഅവല്ലൂ, അങ്ങനെ അവർ പിഴച്ചുപോയി. അവർ ധാരാളം ആളുകളെ പിഴപ്പിക്കുകയും ചെയ്തു. അങ്ങനത്തെ ഒരു കാലഘട്ടം വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു കാണാം, യഖ്റുജു ഫീ ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിൽ പുറപ്പെടുന്നതാണ് ഖൗമുൻ, ഒരു വിഭാഗം, തഹ്തിറൂന സലാതകും മാ സലാത്തിഹിം, നിങ്ങളെ നിസ്കാരവും അവരെ നിസ്കാരവും തമ്മിൽ നിങ്ങൾ തുലനം ചെയ്ത് നോക്കിയാൽ നമ്മൾ കാണുമ്പോ ബാഹ്യമായ കാഴ്ചയിൽ നിങ്ങൾ നിസ്കാരം അവരെ നിസ്കാരത്തിന്റെ കൂടെ നിങ്ങളെ നിസ്കാരം നിസ്സാരമായി നിങ്ങൾക്ക് തോന്നും. അതേ സമയത്ത് യഖ്റഊനൽ ഖുർആൻ, അവർ ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ സംസാരിക്കും. ലാ യുജാവിസു ഹുലൂഖഹും ഔ ഹനാജിറഹും, അവരെ ഖുർആനോത്ത് അവരെ തൊണ്ടക്കുഴി വിട്ടുകിടക്കുന്നില്ല. യംറുഖൂന മിനദ്ദീൻ, അവര് ദീനിൽ നിന്ന് ചാടിപ്പോവുകയാണ് കേട്ടോ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന 6931 നമ്പർ ഹദീസാണ്. സഹോദരന്മാരെ ചിന്തിക്കണം, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ദീനിൽ നിന്ന് തെറിച്ചു പോകുന്ന ഒരു വിഭാഗം, ഖുർആനോദി പ്രസംഗിക്കുന്ന വിഭാഗമാണ് അവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഉദ്ധരിച്ച ഹദീസിന്റെ നേരെ മേലെ കാണാം നിങ്ങൾക്ക് ബുഖാരിയിൽ എന്താ ഉള്ളത്? വകാന ഇബ്നു ഉമർ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യറാഹും സിറാറ ഖൽഖില്ലാഹ്, ഈ പുത്തൻവാദികളെ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും നാശം പിടിച്ചവരായി മനസ്സിലാക്കിയിരുന്നു. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശർറുള്ള കക്ഷികളെന്നാണ് സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരെ സംബന്ധിച്ച് വിധിച്ചത്. എന്താണ് അവർക്കുള്ള കുഴപ്പം? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. വഖാല, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നഹും ഇൻതലഖൂ ഇലാ ആയാത്തിൻ നസലത് ഫിൽ കുഫാരി, അതാ മക്കയിലുള്ള മുശ്രിക്കീങ്ങളായ, അതെ അവിടെയുള്ള അവിശ്വാസികളായ അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത് തുടങ്ങിയ കക്ഷികൾക്ക് അവരുടെ ആശയങ്ങളെ വിമർശിച്ചുകൊണ്ടും അവരുടെ ആചാരങ്ങളെ നിഷേധിച്ചുകൊണ്ടും പരിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയ ധാരാളം ആയത്തുകളുണ്ടല്ലോ, ആ ആയത്തുകളിലേക്ക് ഇവർ കടന്നു ചെന്നു. എന്നിട്ടോ നസലത്ത് ഫിൽ കുഫാരി, ആ അവിശ്വാസികളിൽ അവതരിച്ച ആയത്തുകൾ ഫജഅലൂഹാ അലൽ മുഅ്മിനീൻ, എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസമുള്ള മുഅ്മിനീങ്ങളുണ്ടല്ലോ, ആ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചാണ് ഈ ആയത്ത്
ആയത്തിലൊക്കെ പറയുന്നതെന്ന് അവര് പ്രചരിപ്പിച്ചു. അങ്ങനെ മക്കാ മുശ്രിക്കുകളെ സംബന്ധിച്ച് വന്നിട്ടുള്ള ആയത്തുകൾ മുഅ്മിനീങ്ങളുടെ തലയിൽ വെച്ച് കെട്ടി മുഅ്മിനീങ്ങളെ ശിർക്ക് ചെയ്യുന്നവരും മുശ്രിക്കീകളുമാക്കി അവർ ചിത്രീകരിച്ചു. അതാണ് ആ പുത്തൻവാദികൾ ചെയ്തിട്ടുള്ളത്. അവർ ഖുർആൻ ഓതിയിട്ടാണ് സംസാരിക്കുന്നത്. ആ കക്ഷികളാണ് ലോകത്ത് ഏറ്റവും ദീനുൽ ഇസ്ലാമിന് നാശമുള്ള കക്ഷികളെന്ന് ബഹുമാനപ്പെട്ട സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതാണ്. ഈ നേരത്തെ ഞാൻ ഉദ്ധരിച്ച ഹദീസിന്റെ നേരെ മേലെ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്നത് അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് അവര് സജീവമായി രംഗത്ത് വന്നത്. ആ വന്ന സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ കക്ഷികളോട് വാദപ്രതിവാദം നടത്താൻ വേണ്ടി മഹാനായ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു. വലിയ സംവാദം നടന്നു, വാദപ്രതിവാദം നടന്നു. നമ്മൾ ഇവിടെയും തുടക്കം മുതലേ പറഞ്ഞതാണല്ലോ, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ. ആളുകൾക്ക് മുഴുവനും ഗ്രഹിക്കാൻ പറ്റുന്ന വിധത്തിൽ തർക്കമുള്ള വിഷയങ്ങളിലൊക്കെ ഒരു സംവാദം നടത്തുന്നതിൽ നമ്മളെന്നും റെഡിയാണല്ലോ. തുടക്കം മുതലേ പറഞ്ഞതാണല്ലോ. പക്ഷേ മറുഭാഗം അതിന് തയ്യാറാകുന്നത് കാണുന്നില്ലല്ലോ. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, സംവാദം നടന്നപ്പോൾ ധാരാളം ആളുകൾ സുന്നത്ത് ജമാഅത്തിലേക്ക് മടങ്ങി വന്നു. എന്നാലും കുറെ കക്ഷികൾ പിന്നെയും അതിൽ തന്നെ ബാക്കിയുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ സംവാദം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ചരിത്രം. പിന്നീട് പിന്നെയും പല പേരുകളിലായി പല പുത്തൻ പ്രസ്ഥാനങ്ങളായി ഇവിടെ പുത്തൻ പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ വളരുകയും തളരുകയും വളരുകയും തളരുകയുമായി നടന്നുകൊണ്ടിരിക്കുന്നത് അന്ത്യനാൾ വരെ തുടർന്നുകൊണ്ടിരിക്കും. ഇപ്പൊ പറഞ്ഞു വന്നത്, സഹാബത്തിന്റെ കാലത്തും പുത്തൻവാദികൾ സജീവമായി പ്രവർത്തിച്ചു. അതിന്റെ ശേഷം ഇമാമിങ്ങളെ കാലത്ത് അവര് സജീവമായി പ്രവർത്തിച്ച കാരണം കൊണ്ടും അതുപോലെ ഭരണാധികാരികളെ സ്വാധീനിച്ചതിന്റെ കാരണം കൊണ്ടും മഹാനായ സയ്യിദുനാ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ജയിലിലിട്ട് അതാ മദ്ഹബിന്റെ ഇമാമായ 10 ലക്ഷം ഹദീസ് മനപ്പാഠമാക്കിയ അഹ്മദ് റളിയല്ലാഹു അൻഹുവിനെ പുത്തൻവാദികളുടെ സ്വാധീനം കൊണ്ട് ജയിലിലിട്ടിട്ട് അടിച്ച് 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 അവിടുത്തെ പരിക്കേൽപ്പിച്ച് രക്തം പൊട്ടി ഒലിപ്പിച്ചു. എത്രയോ ആലിമീങ്ങളെ കൊന്നുകളഞ്ഞു. ചരിത്രമല്ലേ നിങ്ങൾ ഓർക്കണം. അന്ന് ഈ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ ആ കക്ഷികൾക്ക് മറുപടി പറയാനും അവരെ എതിർക്കാനും കഴിവുള്ള പണ്ഡിതന്മാരില്ലാഞ്ഞിട്ടല്ലോ, മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഉള്ള കാലമാണല്ലോ. അവരല്ലേ ദീൻ പ്രചരിപ്പിക്കുന്നത്, അവരല്ലേ സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കുന്നത്. എന്നിട്ടും അവർ തടിച്ചു കൊഴുത്തല്ലോ, അവര് ജോറായി പ്രവർത്തിച്ചല്ലോ. മദ്ഹബിന്റെ ഇമാമിങ്ങളെ തന്നെ അവര് കൊണ്ടുപോയി തല്ലിയല്ലോ, വേദനിപ്പിച്ചല്ലോ, ജയിലിലിട്ടല്ലോ, ചിലരെ തലവെട്ടി കൊന്നുകളഞ്ഞല്ലോ. ഇത് ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ തന്നെ നടന്ന സംഭവങ്ങളല്ലേ. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരന്മാർ ഓർക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ സഹാബത്തിന്റെ കാലം മുതലേ സജീവമായി രംഗത്തുണ്ട്. പണ്ഡിതന്മാർ അവർക്കെതിരെയും രംഗത്തുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ ഖദറിനനുസരിച്ച് നടക്കേണ്ടതൊക്കെ നടക്കുന്നു, നടക്കുന്നതൊക്കെ നടക്കുന്നു. ഈമാനിന്റെയും ഹിദായത്തിന്റെയും വെളിച്ചം കിട്ടിയവർ ഭാഗ്യവാന്മാര് തന്നെ. വെളിച്ചം നഷ്ടപ്പെട്ടു പോയവർ ഇരുട്ടിൽ കുടുങ്ങിയത് തന്നെ. ലാഭവും നഷ്ടവും അവനവന്റെ ആഖിറത്തിനാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്റെ മുസ്ലിം സഹോദരന്മാരോട് പറയുന്നു, പ്രത്യേകിച്ച് എന്റെ നാട്ടുകാരോട് പറയുന്നു, നിങ്ങൾ നന്നായി ഓർക്കണം. ഒരാളങ്ങ് സുന്നിയല്ലാതെ ആയാൽ അതുകൊണ്ട് പണ്ഡിതന്മാർക്ക് ഇവിടെ ഒന്നും വരാനില്ല. ഒരാളങ്ങ് സുന്നി ആയതുകൊണ്ടോ അവർക്ക് പ്രത്യേകം ദുന്യാവിലൊന്നും കിട്ടാനുമില്ല. അതേസമയം അവനവന്റെ ആഖിറം നഷ്ടപ്പെട്ടു പോയാൽ, അവനവൻ മരിക്കുന്ന സമയത്ത് ഈമാനങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ അത് പരിഹരിക്കാൻ പിന്നെ കഴിയില്ല കേട്ടോ. അതൊരു കച്ചവടമല്ല, അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം പോലെ അല്ല. അതാ ജയിക്കുന്നില്ലെങ്കിൽ പാർട്ടി മാറാൻ കഴിയുന്ന കാര്യമല്ല. മരിക്കുന്നതോടുകൂടെയാണ് മനുഷ്യന്റെ വിജയവും പരാജയവും ബോധ്യപ്പെടുന്ന സമയം കേട്ടോ. അതുകൊണ്ട് അവനവന്റെ ഈമാനിന്റെ കാര്യമാണ്, അവനവന്റെ ആഖിറത്തിന്റെ കാര്യമാണ് എന്ന നിലക്കായിരിക്കണം നിങ്ങൾ ഏത് കാര്യം ചിന്തിക്കുമ്പോഴും, ഏത് കാര്യം കേൾക്കുമ്പോഴും, ഏത് വിഷയത്തിൽ പ്രവേശിക്കുമ്പോഴും എന്റെ ഈമാനിന്റെ കാര്യമാണ്, എന്റെ ആഖിറത്തിന്റെ കാര്യമാണ്, ഇത് പിന്നെ പരിഹരിക്കാൻ സാധ്യമല്ല എന്ന ചിന്തയോടുകൂടി അല്ലാതെ നമ്മൾ ഒരു വിഷയത്തെയും സമീപിക്കരുത് കേട്ടോ. അല്ലാഹുവിന്റെ
കോടതിയിലെത്തുന്ന സമയത്ത് ഞങ്ങളെ കർത്തവ്യം ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് റബ്ബേ, ഞങ്ങൾ പഠിച്ചത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് റബ്ബേ, ഞങ്ങൾ മനസ്സിലാക്കിയതും വിശ്വസിക്കുന്നതും ഞങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് റബ്ബേ. അതിനാരിഷ്ടപ്പെടുന്നുവെന്നോ ഇഷ്ടപ്പെടുന്നില്ലെന്നോ ഞങ്ങളത് നോക്കിയിട്ടില്ല, നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നല്ലാതെ ഞങ്ങൾ നോക്കിയിട്ടില്ല റബ്ബേ എന്ന് പറയാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, അതിൽ സംശയമില്ല. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും നീ പൊരുത്തപ്പെട്ട അമലാക്കണേ റഹ്മാനേ. നീ തന്ന നാവ് കൊണ്ട് നീ പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ ഭാഗ്യം തരണേ റഹ്മാനേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നു, അങ്ങനെ വരുന്ന കക്ഷികളുടെ സ്വഭാവം എന്താണ്? മറ്റൊരു ഹദീസിൽ വിവരിക്കുന്നു, യഖൂലൂന മാ ലാ യഫ്അലൂന വയഫ്അലൂന മാ ലാ യുഅ്മറൂൻ. അവര് പ്രവർത്തിക്കാത്തത് പറയുന്നവരാണ്. വയഫ്അലൂന മാ ലാ യുഅ്മറൂൻ, കൽപ്പിക്കപ്പെടാത്തത് ചെയ്യുന്നവരാണ്, കൽപ്പിക്കപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അതേ, നിങ്ങൾക്കറിയില്ലേ, സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോയി ജുമായിൽ പങ്കെടുപ്പിക്കണമെന്ന് ഒരു കൽപ്പന ഇല്ലല്ലോ, പക്ഷെ അതവർ ചെയ്തേ അവർക്ക് പറ്റൂ. അതേ, യഫ്അലൂന മാ ലാ യുഅ്മറൂൻ യഖൂലൂന മാ ലാ യഫ്അലൂൻ, പ്രവർത്തിക്കാത്തത് പറയുന്നവരാണ്. ചിലപ്പോ പറയും ഞങ്ങൾ ഇമാമിങ്ങൾക്കെതിരല്ല എന്ന് പറയും, ചിലപ്പോ പറയും ഞങ്ങൾ ഔലിയാക്കൾക്കെതിരല്ല എന്ന് പറയും, ചിലപ്പം പറയും സിയാറത്തിന് ഞങ്ങൾ എതിരല്ല എന്ന് പറയും, ഞങ്ങൾ ദിക്റിനും സലാത്തിനും എതിരല്ല എന്ന് പറയും, ചിലപ്പം പറയും ഞങ്ങൾ ഖുർആനാണ് പറയുന്നത് എന്ന് പറയും. പക്ഷേ അതൊന്നും അല്ല. യഖൂലൂന മാ ലാ യഫ്അലൂന, അവര് പ്രവർത്തിക്കാത്തത് പറയുന്നവരാണ്. അതേ, വയഫ്അലൂന മാ ലാ യുഅ്മറൂൻ, കൽപ്പിക്കപ്പെടാത്തത് ചെയ്യുന്നവരാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ ഓരോ വിഷയങ്ങളിലേക്ക് കടന്നങ്ങ് സംസാരിക്കുന്നു, നന്നായി ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ. കളവ് പറയും, അതവർക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു വിഷയം. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം ഇപ്പൊ നിങ്ങളോട് പറയും. ഇത് നാദാപുരത്തുകാരാണല്ലോ നിങ്ങളൊക്കെ. നാദാപുരത്ത് വന്നിട്ട് പ്രസംഗിച്ച വ്യക്തി അദ്ദേഹം ഇവിടെ വെച്ച് പ്രസംഗിക്കുന്നു. എന്താ പ്രസംഗിക്കുന്നത്? നിങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. പ്രസംഗം, ഈ കഴിഞ്ഞ പ്രസംഗത്തിന്റെ സ്വഭാവം കേട്ടവർക്ക് അറിഞ്ഞൂടെ എന്തിനാ പ്രസംഗിച്ചത്? മൂപ്പര് പ്രസംഗിച്ചത് ഇവിടെയുള്ള സുന്നികളെ ഒന്ന് തമ്മിൽ തല്ലിക്കണം. സുന്നികളായ ആളുകൾക്ക് പല സംഘടനകളുമുണ്ട്, അതുപോലെ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഓരോ സംഘടനയിലുള്ള പണ്ഡിതന്മാരുണ്ട്. അവര് തമ്മിൽ നാദാപുരത്തുനിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയിട്ട് മൂപ്പർക്ക് വല്ല തടിയെടുക്കണം. അത്ര പോയത്തക്കാരാണ് സുന്നികൾ എന്ന് മൗലവി വിചാരിക്കേണ്ട കേട്ടോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങള് മഹാപോയത്തക്കാരാന്ന് വിചാരിച്ചോ മൗലവിമാര്? പാറക്കടവിനടുത്തുണ്ടായതിനു മുമ്പൊരു പ്രശ്നം നിങ്ങളറിയോ? എന്താ പ്രശ്നം? ഒരു ദിവസം നോക്കുമ്പോ കോൺഗ്രസ്സുകാരെ കൊടി കാണുന്നില്ല. അപ്പൊ അത് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും എടുത്തത് മനസ്സിലാക്കിയിട്ട് കോൺഗ്രസ്സുകാർ ഭയങ്കര പ്രതിഷേധ പ്രകടനവും ഭയങ്കര സമ്മേളനവും നടത്തി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോ കമ്മ്യൂണിസ്റ്റുകാരെ കൊടി കാണുന്നില്ല. അപ്പൊ അവർ കോൺഗ്രസ്സുകാർക്കെതിരെ ഭയങ്കര സമ്മേളനം നടത്തി പ്രസംഗിക്കുകയാണ്. അപ്പോഴൊരു മാനസിക രോഗമുള്ള ഒരു സാധു മനുഷ്യൻ, അയാളുടെ ഒരു BJP-ന്റെ കൊടിയും തലയെ കെട്ടിയിട്ട് പോന്നു. അയാളിങ്ങനെ BJP-ന്റെ കൊടിയും തലയെ കെട്ടി പോവാണ്. പ്രസംഗിക്കുന്നത് കണ്ട് പറഞ്ഞു, ഹേ മനുഷ്യന്മാരെ, നിങ്ങൾ വെറുതെ പറയണ്ട, മയപ്പാറല് കാണുമ്പോ കിട്ടുന്നത് ഞാൻ എടുത്ത് തലയെ കെട്ടുന്നു പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ 3 ദിവസം കൊടിയെടുത്ത ഇയാളാണ്. അപ്പൊ ഇയാൾ കൊടിയെടുത്തതിന്റെ പേരിലാണ് പരസ്പരം തല്ലുണ്ടാക്കുന്നത്. ഇതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളെയും പണ്ഡിതന്മാരെയും ഈ കക്ഷികൾക്ക് തമ്മിലടുപ്പിക്കാം എന്നൊരു ധാരണയുണ്ടെങ്കിൽ ആ പരിപ്പ് വേകാൻ പോകുന്നില്ല എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതിനുവേണ്ടി അയാൾ പറഞ്ഞ കളവ് നിങ്ങളൊന്ന് നോക്ക്. ഇനി ബാക്കിയുള്ളതൊക്കെ അൽഫിയലുണ്ട് ഒരു ബൈത്ത്, ഫല്യുഖസ്മാലം യുഖൽ. ഒരു സംഗതി പറഞ്ഞിട്ട് പിന്നെ പറയും ബാക്കിയൊക്കെ അതിന്റെ മേൽ നിങ്ങളെ തൊലൻ ചെയ്ത് ഖിയാസാക്കിയാൽ മതി. അതുകൊണ്ട് അത്തരത്തിൽ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പറഞ്ഞ വാചകങ്ങളൊക്കെ അതിമേലെ കണ്ട് ഖിയാസാക്കിക്കോളൂ. ഇത് ഞാനൊന്ന് കേൾപ്പിക്കുന്നു. എന്താ വിഷയം എന്നറിയോ? അയാൾ പറയുന്നു, ഈ നാദാപുരത്ത് പുത്തമ്പള്ളി എന്നൊരു പള്ളിയുണ്ട്. അത് ശരിയാണ്, കബളിപ്പിക്കലല്ല, ഉള്ളത് തന്നെയാണ്. ആ പള്ളിയിൽ EK വിഭാഗത്തിന്റെ ആളുകൾ മൈക്ക് വെച്ചിട്ടാണ് ഖുതുബ ഓതുന്നത്. എവിടുന്നാ പ്രസംഗിക്കുന്നത്? നാദാപുരത്തുനിന്ന്. അപ്പൊ
അപ്പൊ അയാൾക്ക് കളവ് പറയണമെങ്കിൽ എത്ര ധൈര്യം വേണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അയാൾ പ്രസംഗിക്കുന്ന സ്ഥലത്ത് നിന്ന് 10-15 മീറ്ററേ ഉള്ളൂ പുത്തമ്പള്ളിയിലേക്ക്. ആ പള്ളി ഭരിക്കുന്നത് EK വിഭാഗം സുന്നികളാണ്. എന്നിട്ട് അവിടെ എന്താ നടക്കുന്നതെന്നാ പറഞ്ഞത്? മൈക്ക് വെച്ച് ഖുതുബ നടക്കുന്നു എന്നാ പറഞ്ഞത്. നാദാവൃത്ത് പ്രസംഗിച്ചതാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ധൈര്യം ഉണ്ട്. എന്താണ്? എന്റെ മുന്നിലിരിക്കുന്ന ആളുകളോട് എന്ത് കളവ് പറയുന്നതിനും പേടിക്കേണ്ടതില്ല, കാരണം അത് വിശ്വസിച്ചോളൂല. ഇനി നിങ്ങൾ അതൊന്ന് കേട്ടോളൂ. വെക്കുവാനെ EK വിഭാഗത്തിന്റെ ആളുകൾ മൈക്ക് വെച്ച് ഖുതുബ നടത്തുന്ന പുത്തമ്പള്ളിന്റെ ഇവിടെ, EK വിഭാഗത്തിന്റെ ആളുകൾ മൈക്ക് വെച്ച് ഖുതുബ നടത്തുന്ന പുത്തമ്പള്ളിന്റെ ഇവിടെ, മനസ്സിലായില്ലേ? നാദാവൃത്തുള്ള ഒരു പള്ളി, ഇത് പുത്തമ്പള്ളി. അവിടെ EK വിഭാഗത്തിന്റെ ആളുകൾ മൈക്ക് വെച്ച് ഖുതുബ ഓതുന്നു. അങ്ങനെ ഉണ്ടോ മുസ്ലിമീങ്ങളെ? ഉണ്ടോ? ഇല്ല. പച്ചക്കള്ളമല്ലേ പറഞ്ഞത്? അപ്പൊ ഇയാളെ നിങ്ങൾ മനസ്സിലാക്കണം. ഇയാൾക്ക് നാദാവൃത്ത് വന്നാൽ എന്ത് കളവും പറയുന്നതിന് ഒരു മടിയും ഇല്ലെന്ന് മാത്രമല്ല, എവിടെ പോയാലും ഇങ്ങനെ തന്നെയാണ് ഇയാളെ പതി. ഏത് കളവും പച്ചയായിട്ട് അങ്ങോട്ട് പറയും. എന്നിട്ട് മുസ്ലിമീങ്ങളെ തമ്മിലടിപ്പിക്കണം. എന്നിട്ട് ഇടക്കിടക്ക് മുത്തു മാണിക്കക്കല്ല്, വല്ലാത്തൊരു മുത്തു മാണിക്കക്കല്ല് തന്നെ. എന്നാ സഹോദരന്മാരെ, ഇനി നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഇനി നിങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? എന്നെ സംബന്ധിച്ച് മൗലവിമാര് പച്ചക്കള്ളം പറയുന്നത് കണ്ടോ? എനിക്കെതിരെ ഒരു ലേഖനം തന്നെ എഴുതി വരും. ഇത് പേരോട് പച്ചക്കള്ളം എന്ന് പറയുന്നു. അപ്പറയുന്നതിനും പച്ചക്കള്ളം. ഇത് അവരുടെ മാസികയാണ്, ഇസ്ലാഹി മാസിക. എന്നെ സംബന്ധിച്ച് പറയുന്നു. എന്താ പറയുന്നത് കേട്ടോളൂ. സ്ത്രീധനം അന്തസ്സുള്ള ഏർപ്പാടാണെന്ന് ആറ്റിങ്ങൽ മുഖാമുഖത്തിലും നാദാപുരം ഖണ്ഡനത്തിലും അഹ്ലുസുന്നത്തിന്റെ അധികായൻ അബ്ദുറഹ്മാൻ മുസ്ലിയാർ പേരോട് പറഞ്ഞത് തുഹ്ഫയും ശർവാനിയും തിരിയാത്തത് കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് കൈമടക്ക് മോഹിച്ച. അപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ ആറ്റിങ്ങൽ വെച്ച് പ്രസംഗിച്ചു പോലും, നാദാപുരത്ത് വെച്ച് പ്രസംഗിച്ചു പോലും ഈ പിടിച്ചുപറി ബ്രാക്കറ്റിൽ സ്ത്രീധനം അന്തസ്സുള്ള ഏർപ്പാടാണെന്ന് ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ ഞാൻ പറഞ്ഞു പോലും, നാദാപുരത്തിലും പറഞ്ഞു പോലും. നാദാപുരത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾ കേട്ടോളൂ. അന്തസ്സുള്ളവന് ചേർന്ന പണി അല്ല എന്നാ പറഞ്ഞത്. ആറ്റിങ്ങൽ വെച്ച് ഞാൻ പറഞ്ഞത് അന്തസ്സുള്ളവൻ, മാന്യതയുള്ളവൻ സ്ത്രീധനം ചോദിച്ചു വാങ്ങുകയല്ല വേണ്ടത് എന്നാ ഞാൻ പറഞ്ഞത്. നേരെ തിരിച്ചാണ് ഇവരെ പത്രത്തിൽ ഇവർ കൊടുക്കുന്നത്. അതൊന്ന് കേട്ടോളൂ, ഒന്ന് വെച്ചു കൊടുത്തവനെ. ആറ്റിങ്ങൽ മുഖാമുഖം. എന്നാ പെണ്ണിന്റെ സ്വത്ത് വിവാഹം കഴിക്കുന്ന സമയത്ത് നിബന്ധനയായി എനിക്ക് തരണമെന്ന് നിബന്ധന വെക്കുന്നത് ഒരു മാന്യതയുള്ള ഏർപ്പാടല്ല. പക്ഷെ ഇപ്പൊ ചില ചെറുപ്പക്കാരെന്താക്കി അങ്ങനെ ഒരു ആവശ്യമൊന്നും ഇല്ലെങ്കിലും ഇതൊരു അവകാശം പോലെ ചോദിച്ച് വാങ്ങാൻ തുടങ്ങും. അതാണ് ഏർപ്പാടാണെന്ന് ഞാൻ പറഞ്ഞത്. ഇതൊരു അവകാശമായി ചോദിച്ചു വാങ്ങേണ്ടതല്ല. അതുകൊണ്ട് മൊത്തത്തിൽ സ്ത്രീധനം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്ന് നമുക്ക് പറയാം. കേട്ടില്ലേ? മാന്യതയുള്ള ഏർപ്പാടല്ല, മൊത്തത്തിൽ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്നാണ് ഞാൻ ആറ്റിങ്ങൽ വെച്ച് പറഞ്ഞത്. ഇവരെ പത്രത്തിൽ കൊടുക്കുന്നതോ? പത്രത്തിൽ കൊടുക്കുന്നത് അന്തസ്സുള്ള ഏർപ്പാടാണെന്ന് ആറ്റിങ്ങൽ മുഖാമുഖത്തിലും നാദാപുരം ഖണ്ഡനത്തിലും അഹ്ലുസുന്നത്തിന്റെ അധികായൻ അബ്ദുറഹ്മാൻ മുസ്ലിയാർ പേരോട് പറഞ്ഞത് കൈമടക്ക് മോഹിച്ചിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവർക്ക് മരിക്കണ്ടേ? പക്ഷെ അങ്ങനെ മരിക്കുന്നവർക്കറിയാം. പക്ഷേ ശേഷം ഒരു ജീവിതമുണ്ടെന്ന വിശ്വാസമാണ് മൗലവിമാർക്കില്ലാത്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന വിശ്വാസം ഈ മൗലവിമാർക്കില്ലാതെ പോയി നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹു നന്നാക്കട്ടെ. ഇനി സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കുക, ഇവിടെ തന്നെ വന്ന് പ്രസംഗിച്ച മൗലവി അദ്ദേഹം ജനങ്ങളെ കബളിപ്പിക്കുന്നത് കേട്ടോളൂ. നമ്മൾ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ഇസ്ലാമിന്റെ കർമ്മങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ നാട്ടുകാര് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അവിടുത്തെ കിതാബുകളും അവിടുത്തെ ശിഷ്യന്മാര് മുഖേന നമുക്ക് ലഭിച്ച കിതാബുകളും സ്വീകരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ പറയും ഇവര് ഇമാമിങ്ങളെ സ്വീകരിക്കാത്തവരാണെന്ന് പറയും. എന്നാൽ ഇയാൾ നാദാപുരത്ത് വന്നിട്ട് പറയുന്നു ഞങ്ങൾ ഇമാമുകളെ തള്ളുന്നു എന്ന് വെറുതെ പറയാണ്. ഞങ്ങൾ ഇമാമുകളെ തള്ളുന്നവരല്ല. കേട്ടോളൂ.
ഞങ്ങൾ ഈ ഇമാമിങ്ങളെ തള്ളുന്നു. ഓ സലഫിക്ക് ഷാഫി ഇമാമിനെ കാണാൻ വിവരമുണ്ടല്ലോ. ഇവര് പറയാ ഷാഫി ഇമാമിനെ കാണാൻ വിവരാണല്ലോ സലഫിക്ക്. സുഹൃത്തുക്കളെ, ഞാനത് പറയുന്ന ആളല്ല. ഷാഫി ഇമാമിനെ കാണാൻ വിവരം എനിക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഈ ഇമാമിങ്ങളെ തള്ളുന്നു. ഓ സലഫിക്ക് ഷാഫി ഇമാമിനെ കാണാൻ വിവരമുണ്ടല്ലോ. ഇവര് പറയാ ഷാഫി ഇമാമിനെ കാണാൻ വിവരാണല്ലോ സലഫിക്ക്. സുഹൃത്തുക്കളെ, ഞാനത് പറയുന്ന ആളല്ല. ഷാഫി ഇമാമിനെ കാണാൻ വിവരം എനിക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവർ ഇമാമിങ്ങളെ തള്ളുന്ന ആളല്ല കേട്ടോ. ഷാഫി ഇമാമിനെ കാണാൻ വിവരമുണ്ട് എന്നിട്ട് പറയുന്നില്ല കേട്ടോ. എന്നാൽ മുജാഹിദ് സെന്ററിൽ പ്രസിദ്ധീകരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരാമുഖം എന്ന ഈ പുസ്തകം ഇതിലതാ എഴുതുന്നു, ഈ ലോകത്ത് ഇസ്ലാമിനെതിരെ ഉണ്ടായ ഏറ്റവും വലിയ നാശം എന്താണ്? ഈ മൗലവിമാർ എഴുതുന്നു അവരുടെ പുസ്തകത്തിൽ, കേട്ടോളൂ. എന്നാൽ ഹിജറ 4-ാം നൂറ്റാണ്ടിന്റെ മധ്യമായപ്പോഴേക്കും വിശുദ്ധ ഖുർആനിനും സുന്നത്തിനും എതിരിൽ ഒരു പുതിയ ഭീഷണി ഉടലെടുത്തു. മദ്ഹബുകളുടെയും തഖ്ലീദിന്റെയും ആവിർഭാവമായിരുന്നു അത്. മദ്ഹബും തഖ്ലീദുമാണ് ഇവിടെ ഖുർആനിനെതിരെ സുന്നത്തിനെതിരെ ഉള്ള ഭീഷണി എന്ന് നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ നിങ്ങൾ എഴുതിയിട്ടില്ലേ? മാന്യത ആർക്കാണില്ലാത്തത്? എന്തൊരു കളവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാപുരത്ത് വന്ന് പ്രസംഗിച്ചിട്ട് ജനങ്ങളെ അതാ തെറ്റിദ്ധരിപ്പിക്കാൻ, കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾ ഇമാമിങ്ങൾക്കെതിരല്ല എന്ന് പറഞ്ഞ് കബളിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ കേട്ടോളൂ, ഞാൻ ഒരു തർക്ക വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇയാൾ പറയുന്നു നമ്മളും സുന്നികളും തമ്മിലുള്ള തർക്കം. എന്താ തർക്കം? അബൂജഹലിനും മക്ക മുശ്രിക്കീങ്ങൾക്കും അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ ഇല്ലേ? സുന്നികൾ പറയുന്നു അബൂജഹലിനും മുശ്രിക്കീങ്ങൾക്കും അള്ളാഹുവിൽ വിശ്വാസമില്ല. മുജാഹിദുകൾ പറയുന്ന പോലും അബൂജഹലും അതുപോലെ മുശ്രിക്കീങ്ങളും അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ് എന്നവരും പറയുന്ന പോലും ഈ വിഷയമാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മുജാഹിദിന്റെ അടിത്തറയാണത്. അതായത് അബൂജഹൽ ഈമാനുള്ളവനാണെന്ന വിശ്വാസം, സുന്നികളൊക്കെ മുശ്രിക്കീങ്ങളാണെന്ന വിശ്വാസം. ഈ വിശ്വാസമാണ് മുജാഹിദുകളെ മുഴുവനും പിഴപ്പിച്ചത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ ആ വിഷയം തന്നെയാ സംസാരിക്കുന്നത്. തർക്കം അതാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞാൻ പറയുന്ന തെളിവുകൾ സഹോദരന്മാരെ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ്, അതുപോലെ പറയുന്ന തെളിവുകൾ നന്നായി എന്റെ ജനങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോ. അത് നിങ്ങളൊന്ന് ആദ്യം കേൾക്കുക. അയാൾ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന അബൂജഹൽ അടക്കമുള്ള ജനത, അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ? അതാണ് നമ്മുടെ തർക്കം. വിശ്വാസമില്ല എന്നൊരു കൂട്ടർ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന അബൂജഹൽ അടക്കമുള്ള ജനത, അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ? അതാണ് നമ്മുടെ തർക്കം. വിശ്വാസമില്ല എന്നൊരു കൂട്ടർ പറയുന്നു. എന്താ പറഞ്ഞത്? തർക്കം എന്താണ്? ഈ അറേബ്യൻ മുശ്രിക്കുകൾക്ക് അബൂജഹലും കക്ഷികൾക്കും അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടോ ഇല്ലേ? ഇല്ല എന്നൊരു കൂട്ടർ പറയുന്നു. ഇല്ല എന്നൊരു കൂട്ടർ പറയുന്നത് നമ്മളെ പറ്റിയാണ്. നമ്മൾ പറയുന്നു അബൂജഹലിന് അള്ളാഹുവിൽ വിശ്വാസം ഇല്ല. അള്ളാഹുവിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദിയായിരുന്നു എന്നല്ല. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്തിനാണ്? അത് ഇൻഷാ അല്ലാഹ് ഞാൻ മുമ്പ് വിവരിച്ചിട്ടുണ്ട്, ഇനി ഞാൻ വിവരിക്കുകയും ചെയ്യും. കേട്ടോളൂ. ഇപ്പോ ആദ്യമായി അതിന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു എന്ന് ഞാൻ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് നോക്കി വായിക്കുന്നു. വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഈ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് ബഹുമാനപ്പെട്ട ഒരു പറയാണ്, ബഅസഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു നിയോഗിച്ചു. വന്നാസു സിൻഫാനി, അന്ന് ജനങ്ങൾ രണ്ട് തരക്കാരാണ്, രണ്ട് വിഭാഗമാണ്. അഹദുഹുമാ, ആ കാലഘട്ടത്തിലുള്ള ജനങ്ങളിൽ ഒരു വിഭാഗം അഹ്ലു കിതാബിൻ, അതേ മുമ്പുള്ള തൗറാത്ത് ഇഞ്ചീൽ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടവരാണ്. അവർക്കെന്താ കുഴപ്പം? ബദ്ദലൂ മിൻ അഹ്കാമിഹി, അവര് ആ കിതാബിലുള്ള നിയമങ്ങളെ അവര് മാറ്റിമറിച്ചു. വകഫറൂ ബില്ലാഹി, അവർ അല്ലാഹുവിൽ അവിശ്വസിച്ചു.
അള്ളാഹു വിശ്വസിച്ചു എന്നല്ല, അള്ളാഹുവിൽ അവിശ്വസിച്ചു. فافتعلوا كذبا صاغوه بألسنتهم فخلطوه بحق الله الذي أنزل إليهم. എന്നിട്ടവർ അവരുടെ നാവ് കൊണ്ട് പച്ചക്കള്ളം പറഞ്ഞുണ്ടാക്കി. അവർ അല്ലാഹു അവതരിപ്പിച്ച സത്യമായ ആശയങ്ങൾ അവരുടെ കിതാബിൽ ഉള്ളതിനോട് ആ പച്ചക്കള്ളം കൂട്ടിക്കലർത്തി. ഫദക്കറ തബാറക വതആല, അവർ അവിശ്വാസികളാണെന്നതിനെന്താ തെളിവ്? ശഫീ ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, ഫദക്കറ തബാറക വതആല അലിനബിഹി മിൻ കുഫ്രിഹിം, അവരുടെ അവിശ്വാസത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്. ഫഖാല, എന്നിട്ട് അല്ലാഹു പറഞ്ഞു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ തെളിവില്ലാത്ത ഒരൊറ്റ കാര്യം പറയാറില്ല. അപ്പൊ ഖുർആൻ തെളിവ് പറയാണ്. അന്നത്തെ യഹൂദികൾ, ക്രിസ്ത്യാനികൾ, അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ല എന്നതിന്റെ തെളിവ് പറയാണ്. മറ്റുള്ള അബൂജഹലിനെ പോലത്തെ മുശ്രിക്കുകളെ രണ്ടാമത് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ വരും അങ്ങോട്ട്. ഫഖാല, അല്ലാഹു പറയാണ്, വഇന്ന മിൻഹും ലഫരീഖൻ യൽബൂന അൽസിനതഹും ബിൽ കിതാബി ലിതഹ്സബൂഹു മിനൽ കിതാബി വമാ ഹുവ മിനൽ കിതാബി വയഖൂലൂന ഹുവ മിൻ ഇൻദില്ലാഹ് വമാ ഹുവ മിൻ ഇൻദില്ലാഹ് വയഖൂലൂന അലല്ലാഹിൽ കദിബ വഹും യഅലമൂൻ. അവര് പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് പച്ചക്കള്ളം കൂട്ടിയിട്ട് അവരെ നാവ് കൊണ്ട് പറഞ്ഞു. എന്നിട്ടത് അള്ളാഹിന്റെ ഗ്രന്ഥത്തിലുള്ളതാണെന്ന് വരുത്തി തീർക്കുകയാണ് ജനങ്ങളെ മുന്നിൽ. വമാ ഹുവ മിനൽ കിതാബ്, അത് പടച്ചവനിറക്കിയ കിതാബിലുള്ളതല്ല കേട്ടോ. വയഖൂലൂന ഹുവ മിൻ ഇൻദില്ലാഹ്, അവർ പറയുന്നത് അള്ളാഹിന്റെ നിയമമാണ്. ജൂതന്മാര്, ക്രിസ്ത്യാനികള്, അവരെ പണ്ഡിതന്മാര് പറയുന്നു വമാ ഹുവ മിൻ ഇൻദില്ലാഹ്, അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതല്ല, അവർ ഉണ്ടാക്കിയതാണ്. വയഖൂലൂന അലല്ലാഹിൽ കദിബ, അവർ അള്ളാഹുവിന്റെ മേൽ പച്ചക്കള്ളം പറയുകയാണ്. വഹും യഅലമൂൻ, അറിയാതെ പറയുന്നതല്ല, അറിഞ്ഞും കൊണ്ട് തന്നെ അള്ളാഹിന്റെ മേൽ കള്ളം പറയുകയാണ്. അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിൽ അവിശ്വസിച്ചവരാണ്. ബഹുമാനപ്പെട്ടവര് പിന്നെയും ആയത്തുകൾ അടിക്കടി തെളിവ് ഉദ്ധരിക്കുകയാണ്. ആ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതിന് ശേഷം അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള രണ്ടാം കക്ഷിയെ സംബന്ധിച്ച് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നു, വസിൻഫുൻ, മറ്റേ കക്ഷി ഏതാണ്? കഫറൂ ബില്ലാഹ്, അവർ അല്ലാഹുവിൽ അവിശ്വസിച്ചവരാണ്. ഒന്ന് ജൂതന്മാരും ക്രിസ്ത്യാനികളും അങ്ങനെയുള്ള അഹ്ലു കിതാബാണ്. മറ്റേ കക്ഷി ആരാണ്? മക്കയിലെ മുശ്രിക്കീങ്ങളാണ്, അറബികളാണ്. ആ കക്ഷികളെ പറ്റി ശാഫിഈ ഇമാം പറയുന്നത് എന്താണ്? കഫറൂ ബില്ലാഹ്, അവർ അല്ലാഹുവിൽ അവിശ്വസിച്ചവരാണ്. ഫബ്തദഉ മാ ലം യഅ്ദൻ ബിഹില്ലാഹ്, എന്നിട്ട് അല്ലാഹ് അനുമതി കൊടുക്കാത്ത പലതും പല ആചാരങ്ങളും അവരുണ്ടാക്കി. വനസബൂ ബിഐദീഹിം ഹിജാറതൻ വഖുസുബൽ, എന്നിട്ട് അവരെ കൈകൊണ്ട് അവർ കല്ലുകളും മരങ്ങളും ഒക്കെ അതാ അവർ ചെത്തിയും കൊത്തിയും ഉണ്ടാക്കി. വസുവറൻ ഇസ്തഹ്സനൂഹാ, അവർക്ക് ഭംഗിയായി തോന്നുന്ന രൂപങ്ങളും ഉണ്ടാക്കി. വനബസു അസ്മാഅൻ ഇഫ്തഅലൂഹാ, എന്നിട്ട് അതിന് ചില പേരുകളൊക്കെ അവരിട്ടു. വദഊഹാ ആലിഹതൻ അബദൂഹാ, എന്നിട്ട് അതിനെ അവർ ദൈവങ്ങളാക്കി അതിനെ സ്ഥാപിച്ചു. എന്നിട്ട് അതിനെ അവർ വിളിച്ച് അവർ ഇബാദത്ത് എടുക്കുകയും ചെയ്തു. ഫൈദസ്തഹ്സനൂ ഗൈറ മാ അബദൂ മിൻഹാ അൽഖൗഹു വനസബൂ ബിഐദീഹിം ഗൈറഹു ഫഅബദൂഹു, അതേ സമയത്ത് അവരാ ഉണ്ടാക്കിയ വിഗ്രഹം അവർക്ക് അത്ര പോരാന്ന് തോന്നുമ്പോ അവര് വേറൊരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അതിനെ ആരാധിക്കുകയും ചെയ്യും, മറ്റതങ്ങ് കൈയൊഴിക്കുകയും ചെയ്യും. ഫഉലൈകൽ അറബു, അല്ലാഹുവിന്റെ റസൂൽ വന്ന് ദീനീ പ്രചരണം നടത്തുന്ന സമയത്തുള്ള അറബികളായ മുശ്രിക്കീങ്ങൾ ഈ കക്ഷികളാണ് ജനങ്ങളെ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കണം സഹോദരന്മാരെ, അബൂജഹലും ഉത്ബത്തും ശൈബത്തും അടങ്ങുന്ന അറബികൾ, ആ അറബികളെ സംബന്ധിച്ചോ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാര് പറഞ്ഞതുമല്ലല്ലോ. ഇമാമിങ്ങളെ ഇവർ തള്ളുന്നില്ല എന്നല്ലേ പറഞ്ഞത്. ഇമാമിങ്ങൾക്ക് ഇമാമായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നത്തെ കാലത്തുള്ള അറബികൾ കഫറൂ ബില്ലാഹ്, അവർ അല്ലാഹുവിൽ അവിശ്വസിച്ചവരാണ്. എന്നിട്ട് അല്ലാഹ് സമ്മതം കൊടുക്കാത്ത അനാചാരങ്ങൾ ഉണ്ടാക്കിയവരാണ്, അവര് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആരാധിച്ചവരാണ്. ഫഉലൈകൽ അറബു, അവരാണ് അന്നത്തെ അറബികൾ കേട്ടോ. ഈ പറഞ്ഞ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെയാണ് അതെ ഇവിടെ വന്നിട്ട് സലഫി വിമർശിക്കുന്നത്. ഒരു കൂട്ടര് പറയുന്നു മക്കാ മുശ്രിക്കീങ്ങൾ അല്ലാഹുവിൽ അവിശ്വസിച്ചവരാണ്, വിശ്വസിക്കാത്തവരാണെന്ന് ഒരു കൂട്ടര് പറയുന്നു. ഈ ഒരു കൂട്ടര് എന്ന് പറഞ്ഞതിൽ ഒന്നാമതായുള്ള ഒരാളാണ് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, കേട്ടോളൂ. എന്നാൽ ഇവർക്ക് ഇവരുടെ വിഗ്രഹങ്ങൾ
ആ വിഗ്രഹങ്ങൾക്ക് ഇവർ ചില പേരിട്ടു. ആ പേരിനെ സംബന്ധിച്ച് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് വിവരിക്കുന്നു. ആ പേരുകൾ ഇവിടെ വന്നിട്ട് മൗലവിയും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ തെറ്റിദ്ധരിപ്പിക്കാനാ പറഞ്ഞത്. ഷാഫി ഇമാം പറയുന്നത് കേട്ടോളൂ. അല്ലാഹു തബാറക വ തആല അവരെ സംബന്ധിച്ച് നമുക്ക് ഉദ്ധരിച്ച് പഠിപ്പിച്ചു തന്നു. ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റാ വഖദ് അദല്ലൂ കസീറാ. സൂറത്ത് നൂഹിലുള്ള ഈ ആയത്തെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് എന്താ പറയുന്നത്? ഈ അറബികൾ അവരെ ദൈവങ്ങൾക്ക് പേര് വെച്ചിട്ടുണ്ട്. ആ പേര് വെച്ചത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുള്ള വിഗ്രഹാരാധകന്മാർ അവരുടെ വിഗ്രഹത്തിന് വെച്ച പേരാണ്. അവരെന്താ പേര് വെച്ചത്? ലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റാ. അവര് പേര് വെച്ചത് അതാ വദ്, സുവാഅ്, യഗൂസ്, യഊഖ്, നസ്ർ തുടങ്ങിയ പേരുകളാണ്. ഇതിനെ സംബന്ധിച്ച് ഇവിടെ വന്നിട്ട് മൗലവി പറയുന്നു, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. എന്താ ഉള്ളത്? സാലിഹീങ്ങളെ പേരാണതെന്ന്. സാലിഹീങ്ങളെ പേരാണെന്നുണ്ട്. ആയിക്കോട്ടെ, സാലിഹീങ്ങളെ പേര് ഒരു വിഗ്രഹത്തിനിട്ട് ആ വിഗ്രഹം സാലിഹാവോ? ഒരു പൂച്ചക്ക് ജോർജ് ബുഷ് എന്ന് പേരിട്ടാലും ജോർജ് ബുഷാവോ? ഇത് മനസ്സിലാക്കാൻ ഈ മൗലവിമാർക്ക് കഴിഞ്ഞില്ല. അസ്മാഉ റിജാലിൻ സാലിഹീൻ എന്നും പറഞ്ഞ് നടക്കുകയാണ്. സാലിഹീങ്ങളെ പേര് ഇട്ടത് എന്തിനാന്നാ ഷാഫി ഇമാം റഹിമഹുല്ലാഹ് പറഞ്ഞത്? ഷാഫി ഇമാം റഹിമഹുല്ലാഹ് മാത്രമാണോ? സഹീഹുൽ ബുഖാരിയിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടില്ലേ, അതിലും പറഞ്ഞത് വിഗ്രഹങ്ങൾ എന്നല്ലേ. ആ വിഗ്രഹത്തിന് സാലിഹീങ്ങളെ പേരിട്ടു. സാലിഹീങ്ങളെ പേരിട്ടു. ആ വിഗ്രഹങ്ങളെ അവര് വിളിച്ച് അവര് ആ വിഗ്രഹങ്ങളോട് തേടി ആ വിഗ്രഹങ്ങളെ ആരാധിച്ചു. അതാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് വിവരിച്ചിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്കോട് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ചിന്തിക്കൂ, ഇത് ഷാഫി ഇമാം റഹിമഹുല്ലാഹ് പറഞ്ഞപ്പോ ഇതിനെ നമ്മളെ മൗലവി എണ്ണിക്കുകയാണ്. നാദാവൃത്ത് വന്ന ഹുസൈൻ സലഫി ഷാഫി ഇമാം റഹിമഹുല്ലാഹിനെ ഗണ്ണിക്കുകയാണ്. എന്താ പറയുന്നറിയോ? ഇങ്ങനെ അബൂജഹലിനും മക്കാ മുശ്രിക്കീകൾക്കും അള്ളാഹുവിന് വിശ്വാസമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുമോ? നമുക്ക് ഖുർആനും സുന്നത്തല്ലേ തെളിവ്? ആരെങ്കിലും പറഞ്ഞാൽ എടുക്കാൻ പറ്റും? ആരെങ്കിലും? ഷാഫി ഇമാം റഹിമഹുല്ലാഹ് അവിടുത്തെ കിതാബ് റിസാലയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞ സംഗതിയാണിത്. അടിസ്ഥാനപരമായ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഷാഫി ഇമാം റഹിമഹുല്ലാഹ് തുടക്കം തന്നെ പഠിപ്പിച്ച ഒരു വിഷയമാണിത്. അത് ഗണ്ണിച്ചുകൊണ്ട് മൗലവി പറയുന്നു, ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഖുർആനും സുന്നത്തും പറയണ്ടേ? ഇപ്പൊ ഷാഫി ഇമാം റഹിമഹുല്ലാഹ് പറഞ്ഞ രാമായണം നോക്കിയിട്ടാ മൗലവി? ഷാഫി ഇമാം റഹിമഹുല്ലാഹ് പറഞ്ഞത് മഹാഭാരതം നോക്കിയിട്ടാണോ? ഷാഫി ഇമാം റഹിമഹുല്ലാഹ് പറഞ്ഞത് ബൈബിൾ നോക്കിയിട്ടാണോ? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഖുർആൻ തിരിയുന്ന മൗലവി ഏതാണ്? ഷാഫി ഇമാം റഹിമഹുല്ലാഹയേക്കാൾ ഹദീസ് മനസ്സിലാകുന്ന മൗലവി ഏതാണ്? ഇതാ ഞങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് കിട്ടേണ്ട മറുപടി. നിങ്ങളൊന്ന് കേട്ടോളൂ മൗലവി പറയുന്നത്. വെച്ചു കൊടുക്കുമനെ. ആരെങ്കിലും മുശ്രിക്കുകൾ അള്ളാഹുവിനെ അംഗീകരിച്ചിട്ടില്ല, അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ടായിട്ടില്ല, അള്ളാഹുവിനെ അവർ അംഗീകരിച്ചിട്ടില്ല എന്ന് ധാരാളം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. ബഹുമാന്യ ശ്രോതാക്കളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, നമുക്കാരെങ്കിലും പറയുന്നതല്ലല്ലോ ദീനിലെ തെളിവ്. റബ്ബുൽ ഇസ്സത്തിന്റെ കലാമല്ലേ? റബ്ബുൽ ഇസ്സത്തിന്റെ കലാമല്ലേ? ആരെങ്കിലും പറയുന്നതല്ലോ തെളിവ്. അപ്പൊ ആരായത് പറഞ്ഞത്? ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ പറഞ്ഞത് എന്ത്? ഈ മുശ്രിക്കീകൾക്കും യഹൂദി നസാറാക്കൾക്കും അവർ കഫറു ബില്ലാഹി, അല്ലാഹുവിൽ അവിശ്വസിച്ചവരാണ്. അത് ആരെങ്കിലും പറഞ്ഞതല്ലേ? നമുക്ക് അള്ളാഹിന്റെ കലാമല്ലേ തെളിവ്? ഇത് മൂപ്പർ ഓതുന്നുണ്ട്. ഖുർആൻ ഓർമ്മ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണേ. നിങ്ങളെ ശ്രദ്ധ അപ്പുറം ഇപ്പുറം ആയിപ്പോരുതേ. ബഹുമാന്യ ശ്രോതാക്കളെ എന്ന് നമ്മളെ മുത്തു മാണിക്കക്കല്ല് ഇങ്ങനെ പറയുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ശരിക്ക് ശ്രദ്ധിച്ചോ. എന്താ? ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അത് വെറുതെ പറഞ്ഞതാണോ? അല്ലാഹുവിന്റെ കലാമില്ല ഇല്ലാത്തത് പറഞ്ഞതാണോ? ഷാഫി ഇമാം റഹിമഹുല്ലാഹ് ഈജിപ്തിൽ കിടക്കുന്നുണ്ട്. അവിടുത്തെ ആത്മാവിന്റെ ബറക്കത്ത് അവിടുത്തെ കിതാബുകൾ കൈകാര്യം ചെയ്യുന്ന സാധുക്കളായ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ കുറച്ച വിശ്വാസമാണ്. ഷാഫി ഇമാം റഹിമഹുല്ലാഹ് പറഞ്ഞ ഈ ആശയം
അത് അള്ളാന്റെ കലാമല്ല, ആരുടെയോ വാക്കാണ് എന്ന് പറയുന്നുള്ളൂ മൗലവി. എന്നാൽ മൗലവിയെ ഞാൻ വിളിക്കുന്നു, നമ്മൾ നാദാപുരത്ത് വെച്ച് എവിടെയായിരുന്നാലും തക്കേടില്ല, ഈ വിഷയത്തിൽ തന്നെ നമുക്കൊരു സംവാദം നടത്തിക്കളയാം. തെളിവ് പരിശുദ്ധ ഖുർആൻ തന്നെ. ഞാൻ പറയുന്ന ഒരർത്ഥവും നിങ്ങൾ സ്വീകരിക്കണ്ട. നിങ്ങളുടെ കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച അമാനി മൗലവി എഴുതിയ ഖുർആൻ പരിഭാഷ, ഉമർ മൗലവി എഴുതിയ ഖുർആൻ പരിഭാഷ, നിങ്ങളെ മദീനി എഴുതിയ ഖുർആൻ പരിഭാഷ, ആ ഖുർആൻ പരിഭാഷ വെച്ചിട്ട് ഞാൻ നിങ്ങളെ കൊണ്ട് ഇൻഷാ അല്ലാഹ് സമ്മതിപ്പിക്കും, സംശയമില്ല. അല്ലാഹുവിൽ അബൂജഹലിനും കക്ഷികൾക്കും വിശ്വാസമില്ല. വിശ്വാസം ഉണ്ടോ ഇല്ലേ, അത് പറയാൻ കഴിയുന്നവൻ ആരാണ്? അത് പറയാൻ കഴിയുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ അമ്പിയാക്കളും ഔലിയാക്കളും അല്ലാഹ് അറിയിച്ചു കൊടുക്കുന്നതനുസരിച്ച് അവർക്ക് പറയാൻ സാധിച്ചേക്കും, അല്ലാതെ വേറെ ആർക്കും പറയാൻ കഴിയില്ലല്ലോ. വിശ്വാസം ഉണ്ടോ ഇല്ലേ? അപ്പൊ അബൂജഹലിനും ഉത്ബത്തിനും ശൈബത്തിനും മക്കാ മുശ്രിക്കീങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്ന് ശാഫി ഇമാം റഹിമഹുല്ലാഹനെ പഠിപ്പിച്ചതാരാണ്? നമ്മളെ പഠിപ്പിച്ചതാരാണ്? അത് അല്ലാഹുവാണ് കേട്ടോ. മൗലൈമാര് ശരിക്കൊന്ന് പഠിച്ചു വെച്ചോ. وَإِن تَعْجَبْ فَعَجَبٌ قَوْلُهُمْ أَإِذَا كُنَّا تُرَابًا أَإِنَّا لَفِي خَلْقٍ جَدِيدٍ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു ജല്ല ജലാലുഹു പറയാണ്, നബിയെ അവരുടെ വാക്ക് വല്ലാത്ത അത്ഭുതമാണ്. അവര് പറയുന്നത് എന്താണ്? നമ്മൾ മരിച്ചങ്ങ് മണ്ണായി പോയാൽ പിന്നെ നമ്മളൊന്ന് പുതുതായി സൃഷ്ടിക്കപ്പെടുമോ? ഇങ്ങനെ പറയുന്നവരാണ് മക്കയിലെ മുശ്രിക്കീങ്ങൾ. അവരെ പറ്റി അല്ലാഹ് പറയാണ്, ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം, ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം. അതിനെന്താണ് മൗലവിമാരെ? നിങ്ങൾ അമാനി മൗലവി കൊടുത്ത അർത്ഥം ഞാൻ നോക്കി വായിക്കുന്നു. അക്കൂട്ടർ തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ. അക്കൂട്ടർ തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ. വിശ്വസിച്ചവരത്രേ എന്നല്ല, അവിശ്വസിച്ചവരത്രേ. അല്ലാഹ് പറയുന്ന കൂട്ടർ വിശ്വസിച്ചിട്ടില്ല. ഇനി അതാ ഉമർ മൗലവിന്റെ പരിഭാഷ നോക്കിക്കോ. 252-ാമത്തെ പേജിൽ ഉമർ മൗലവി അർത്ഥം പറയുന്നു, അക്കൂട്ടർ തങ്ങളുടെ രക്ഷിതാവിൽ അവിശ്വസിച്ചവരത്രേ. അപ്പൊ ഖുർആനിൽ അല്ലാഹ് പറയുന്നു, മൗലവിമാര് തന്നെ അർത്ഥവും പറയുന്നു, അക്കൂട്ടർ അല്ലാഹുവിൽ അവിശ്വസിച്ചവരത്രേ. അപ്പൊ അല്ലാഹുവിൽ അവിശ്വസിച്ചു എന്ന് അവരെ പറ്റി പറഞ്ഞത് അള്ളയാണ്. അല്ലാഹ് പറഞ്ഞത് അംഗീകരിക്കൂല എന്നാണ് ഇപ്പൊ മൗലവി പറഞ്ഞത്. നാദാപുരത്തുനിന്ന് സുബ്ഹാനല്ലാഹ്, മൗലവി യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹ്മു മിനർ റമിയ. ദീനിൽ നിന്ന് തെറിച്ചു പോകുന്നത് നോക്കൂ. ഇനി ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഉദരായത്താണ്. ഇനിയും പിടിച്ചോ ആയത്ത്. കദാലിക അർസൽനാക ഫീ ഉമ്മത്തിൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹാ ഉമമുൻ ലിതത്ലു അലൈഹിമുല്ലദീ ഔഹൈനാ ഇലൈക വഹും യക്ഫുറൂന ബിർറഹ്മാൻ. നബിയേ, തങ്ങളെ നമ്മളൊരു സമുദായത്തിൽ പറഞ്ഞയച്ചു. ആ സമുദായത്തിന്റെ അവസ്ഥ എന്താണ്? അവർക്ക് മുമ്പ് ചില സമുദായം കഴിഞ്ഞുപോയി. തങ്ങളവർക്ക് നമ്മൾ വഹിയറിയിച്ച ഖുർആൻ ഓതിക്കൊടുക്കാൻ അയച്ചത്. വഹും യക്ഫുറൂന ബിർറഹ്മാൻ. അതിന്റെ അർത്ഥം പഠിച്ചോ. ഉമർ മൗലവി പറയുന്നു, ഇവരാകട്ടെ മഹാകാരുണികനെ നിഷേധിക്കുന്നു. 256 പേജ്. റഹ്മാനായ അല്ലാഹുവിനെ നിഷേധിക്കുന്നു. ഉമർ മൗലവിയുടെ പരിഭാഷ 256. അപ്പൊ നിങ്ങളെ പരിഭാഷയിൽ തന്നെ ഉള്ളത് അല്ലാഹ് നമ്മളെ പഠിപ്പിക്കുന്നത് അവര് വിശ്വസിച്ചിട്ടില്ല, അവിശ്വസിച്ചവരാൻ. ഇതൊന്നല്ല, രണ്ടല്ല, 10 കേട്ടോ. എത്രയോ ആയത്തുകളിൽ അല്ലാഹ് പറഞ്ഞൊരു കാര്യമാണ്. ഇനി സഹോദരന്മാരെ, അതിന് മൗലവി അള്ളാഹ്ക്കെതിരെ പ്രസംഗം മൗലവിന്റെ. അള്ളയാണല്ലോ ഇത് പറഞ്ഞത്. ഇവര് അവിശ്വസിച്ചവരാണ്, റബ്ബിനെ കൊണ്ട് അവിശ്വസിച്ചവരാണെന്ന് അള്ളയല്ലേ പറഞ്ഞു. അള്ളാഹ്ക്കെതിരെ മൗലവി പ്രസംഗിക്കുന്നത് കേട്ടോളി. പറയുന്നത് എന്നെയാ, പ്രസംഗിക്കുന്നത് അള്ളാഹ്ക്കെതിരാ. എന്നെ കൊണ്ട് എന്താ മൗലവി പറയുന്നത്? പേരോട് പറയുന്നു
അബൂജഹൽ ചിലപ്പോ ആകാശം ഭൂമിയൊക്കെ പഠിച്ച് അള്ളയാണ് എന്ന് പറയലുണ്ട്, ചിലപ്പോ അബൂജഹൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കലുണ്ട്. അതിനൊക്കെ പേരോട് പറയുന്ന മറുപടി എന്താണെന്ന് അറിയോ? പേരോട് പറയുന്നത് അത് അബൂജഹൽ കാപ്പറ്റ്യം കാണിച്ചതാണ്. മനസ്സിൽ വിശ്വാസം ഉണ്ടായിട്ട് പ്രാർത്ഥിച്ചതുമല്ല, മനസ്സിൽ വിശ്വാസം ഉണ്ടായിട്ട് പറഞ്ഞതുമല്ല, അതൊക്കെ ഒരു സങ്കല്പം വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞതാണ്. വെറും സങ്കല്പാണ്, അല്ലാതെ വിശ്വാസമൊന്നുമല്ല. ഇതാണ് ഞാൻ പറയുന്ന ആശയം. അതാണ് ഇമാം ഷാഫി റളിയല്ലാഹു പറഞ്ഞ ആശയം. ആ ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും പറഞ്ഞ ആശയം. അതിനെ ഖുർആൻ പറഞ്ഞത് അവര് വിശ്വസിച്ചിട്ടില്ല. സങ്കല്പങ്ങളുണ്ട് അവർക്ക്, പല സങ്കല്പമുണ്ട്, വിശ്വസിച്ചിട്ടില്ല. ഇതിനെ എതിരായിട്ട് മൗലവി പറയുന്നത് അത് പേരോട് കാപ്പറ്റ്യം കാണിക്കും പോലെ അങ്ങനത്തെ കാപ്പറ്റ്യുള്ള ആളൊന്നല്ല അബൂജഹൽ. ഇങ്ങനെ അബൂജഹലിന്റെ മദ്ഹ് പറയുന്നു, എന്നെ കുറ്റം പറയുന്നു, അള്ളാഹ്ക്കെതിരെ പ്രസംഗിക്കുന്നു. കേട്ടോളി, വെച്ചുകൊടുത്താ മോനെ. മുജാഹിദുകൾ പറയാറുണ്ട്, മക്കയിലെ മുശ്രിക്ക് അള്ളാനെ തള്ളിയവരല്ല, അള്ളാഹുവെ റബ്ബായിട്ട് അംഗീകരിക്കുന്നവർ തന്നെയാണ്. എല്ലാ കഴിവും അല്ലാഹുവിനുള്ളത് തന്നെയാണ്. അവരുടെ തൽബിയത്ത് പോലും അതിന് തെളിവാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹുൽ ഉദ്ധരിച്ച ഹദീസ് അടക്കമുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് മുജാഹിദുകൾ പ്രസംഗിക്കാറുള്ള ആശയമുണ്ടല്ലോ. അവിടെ മുജാഹിദിന്റെ പ്രബോധകന്മാരൊക്കെ പറയാറുണ്ടത്, മക്കയിലെ മുശ്രിക്ക് ഉത്തരം മുട്ടിയപ്പോ പറഞ്ഞതല്ല, കാപ്പറ്റ്യം പറഞ്ഞതല്ല, പേരോട് കാപ്പറ്റ്യം കാണിക്കും പോലെ മക്കത്തെ മുശ്രിക്ക് കാപ്പറ്റ്യം കാണിച്ചതല്ല, മറിച്ച് അല്ലാഹുവിൽ അവർക്കുള്ള ഈ റബ്ബാണെന്നുള്ള വിശ്വാസം ബുഖാരി ഇമാം അവിടെ എടുത്തു കൊടുത്തിരിക്കുകയാണ്. കിതാബു തൗഹീദിൽ തന്നെയാണ്. പേരോടെ നോക്കിക്കൊള്ളണം. ഫദാലിക ഈമാനുഹും വഹും യഅ്ബുദൂന ഗൈറഹു. അത് അവരുടെ ഈമാനായിരുന്നു. അല്ലാഹുവിനെ കുറിച്ച് അവർ വിശ്വസിച്ചിരുന്നു എന്നത് അത് അവരുടെ ഈമാനായിരുന്നു. അതേ നിലപാട് ഉള്ളതോടൊപ്പം തന്നെ അവർ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തു. അപ്പൊ നിങ്ങൾ കേട്ടില്ലേ, അള്ളാഹ്ക്ക് ബുഖാരി ഓതി കൊടുക്കുക, സഹീഹ് മുസ്ലിമും. കാരണം അള്ളാഹ് പറഞ്ഞ കഫറൂ ബി റബ്ബിഹിം, അവരെ റബ്ബിനെ കൊണ്ട് അവർ അവിശ്വസിച്ചു എന്ന് അള്ളാഹ് പറഞ്ഞത്. അപ്പൊ അള്ളാഹ് ഓതി കൊടുക്കുകയാണ്. എന്ത് പേരെന്റെതാ പറയുന്നത്? എന്ത് കിതാബു തൗഹീദ് നോക്കിക്കൊള്ളണം പേരോടെ പറയുന്നത് അള്ളാഹിനോടാ. അള്ളല്ലേ പറഞ്ഞത് കഫറൂ ബി റബ്ബിഹിം, അവരെ റബ്ബിനെ കൊണ്ട് അവർ അവിശ്വസിച്ചു. അതിന്റെ അർത്ഥം നിങ്ങളെ പരിഭാഷയിലല്ലേ പറഞ്ഞത്. പിന്നെ തെൽബിയത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നുണ്ട്, ഞങ്ങൾ കൊണ്ട് തെൽബിയത്തെല്ലാം ചെല്ലിച്ചു തരാം. തെൽബിയത്തും മറ്റുള്ള ഒക്കെ ഞാൻ വരുന്നുണ്ട്, നിങ്ങളെ ബദർ പാടലും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ശരിക്കും ഇതൊന്ന് മനസ്സിലാക്കാം സഹോദരന്മാരെ. അപ്പൊ അള്ളാഹ്ക്കെതിരെ മൗലവി ബുഖാരി ഉദ്ധരിച്ച് പ്രസംഗിക്കാണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക. എന്താ മൗലവി പറഞ്ഞത്? അത് അബൂജഹൽ കാപ്പറ്റ്യം പറഞ്ഞതല്ല, പേരോട് കാപ്പറ്റ്യം പറയും പോലെ. അബൂജഹൽ കാപ്പറ്റ്യമല്ല എന്ന് നിങ്ങൾ പറഞ്ഞു അല്ലേ? എന്നാ എന്തിനാ മൗലവി കാപ്പറ്റ്യം എന്ന് പറയാ? നിങ്ങളെ പരിഭാഷ വായിക്കാം, 130-ാം പേജ്. എന്തിനാ കാപ്പറ്റ്യം എന്ന് പറയാ? കേട്ടോളൂ. വാക്കും പ്രവൃത്തിയും തമ്മിലും രഹസ്യവും പരസ്യവും തമ്മിലും പൊരുത്തക്കേടുണ്ടാകുന്നതാണ് കാപട്യം. വാക്കും പ്രവൃത്തിയും തമ്മിലും രഹസ്യവും പരസ്യവും തമ്മിലും പൊരുത്തക്കേടുണ്ടാകുന്നതാണ് കാപട്യം, നിഫാഖ്. വിശ്വാസങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഉണ്ടാവാം കാപട്യം. വിശ്വാസത്തിലെ കാപട്യമാണ് ഏറ്റവും ഗൗരവപ്പെട്ടത്. അപ്പൊ വാക്കും പ്രവൃത്തിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുക, അതാണ് കാപട്യം. അപ്പൊ അബൂജഹൽ എന്താ പറയുന്നത്? അബൂജഹൽ എന്താ പറയുന്നത്? ആകാശവും ഭൂമിയൊക്കെ പഠിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അബൂജഹൽ പറയും അല്ലാഹ്. എന്റെ ആരാധിക്കലോ? ആരാധിക്കലില്ലാത്തക്ക്. അപ്പൊ വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ? പൊരുത്തപ്പെടുന്നില്ല. ഇതാ കാപട്യം. ഇനി നിങ്ങൾക്ക് അത് കേൾക്കണോ? അതിന് തെളിവ് വേണോ? നിങ്ങളെ പരിഭാഷ 128-ാം പേജ് മറിക്ക്. 128-ാം പേജ്. കന്നൂട്ടിക്ക് തീരെടുത്ത പോലെ കുഞ്ഞി അരിഞ്ഞിട്ട് വെച്ചു കൊടുത്തരാ തൊള്ളയിൽ. നിങ്ങളെ പുസ്തകത്തിന് നിങ്ങൾക്ക് തെളിവ് പറയുന്നത്. കേട്ടോളി, കേട്ടോളേ. എന്താ കാപട്യം എന്ന് കേട്ടോളി. അജ്ഞത കൊണ്ടോ ദൃഷ്ടാന്തങ്ങളുടെ പോരായ്മ കൊണ്ടോ ഉള്ള നിഷേധമാണെങ്കിൽ താക്കീത് കൊണ്ടും ഉപദേശം കൊണ്ടും അവർക്ക് മാനസാന്തരം വന്നേക്കുമെന്ന് പ്രതീക്ഷിക്കുവാൻ അവകാശമുണ്ട്. സത്യം മനസ്സിലായിട്ട് പിന്നെയും കൽപ്പിച്ചു കൂട്ടി അതിനെ മറക്കുന്നവരെ സംബന്ധിച്ച് അതൊന്നും പ്രയോജനപ്പെടുകയില്ലല്ലോ.
സത്യം മനസ്സിലായിട്ട് പിന്നെയും കൽപ്പിച്ചു കൂട്ടി അതിനെ മറക്കുന്നവർ അവർക്ക് പ്രയോജനപ്പെടൂലല്ലോ. അപ്പൊ എന്തായി? മനസ്സിലുള്ളതിനനുസരിച്ചല്ല പ്രവൃത്തി നടക്കുന്നത്. അതാണ് കാപട്യം. അതാണ് ആർക്കുണ്ടായത്? അബൂജഹലും കക്ഷികൾക്കുണ്ടായത്. അതുകൊണ്ടാണ് സഹോദരന്മാരെ, നിങ്ങൾ കേട്ടോളൂ, അവരെന്താ പറഞ്ഞത്? ആകാശഭൂമിയെല്ലാം പഠിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ പറയും അല്ലാ. എന്നിട്ട് അവരെ വാദം എന്താണ്? അജാലൽ ആലിഹത ഇലാഹൻ വാഹിദ, മുഹമ്മദ് വന്നിട്ട് എല്ലാം കൂടി ഒറ്റ ദൈവാക്കിയോ? ആകാശവും ഭൂമിയൊക്കെ പഠിച്ച് അള്ളയാണ്, ഒക്കെ കൊടുക്കുന്ന അള്ളയാണ്. പിന്നെ അള്ളന്നല്ലേ ദൈവമാകാൻ, ഇവിടെ ദൈവമാകാൻ അർഹതയുള്ളവരും അള്ള മാത്രല്ലേ? പക്ഷെ അതവർ അംഗീകരിക്കുന്നില്ല. അപ്പൊ വാക്കും പ്രവൃത്തിയും തമ്മിൽ വ്യത്യാസം. മനസ്സിലുള്ളത് പറയുന്നതൊന്ന്, ചെയ്യുന്നത് മറ്റൊന്ന്. ഇതുകൊണ്ട് തന്നെ അവരുടേത് കാപട്യമാണ്. ഈ കാരണം കൊണ്ട് നിങ്ങൾ ഓർക്കണം സഹോദരന്മാരെ, ഞാൻ ഇക്കാര്യം എന്റെ പ്രസംഗത്തിൽ മുമ്പ് ഉദ്ധരിച്ചു, ഒന്നായിട്ട് വിശദീകരിച്ചു. മൗലവി പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? അത് അവരുടെ ഈമാനായിരുന്നു എന്ന് പറഞ്ഞു. ആരെ ഈമാന്? അബൂജഹലിന്റെ. അതിനെപ്പറ്റി ഞാൻ ഇവിടുന്ന് അതിന് മറുപടി പറഞ്ഞ് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ? ഞാൻ അതിന്റെ വിശദീകരണം എന്ന് പറഞ്ഞേ, അത് അബൂജഹൽ ഉത്തരം മുട്ടുമ്പോ അതങ്ങനെ പറഞ്ഞതാ. അതവരെ ഈമാനായിരുന്നു എന്നല്ല അതിന്റെ അർത്ഥം. ബുഖാരിയിൽ പറഞ്ഞതിന്റെ അർത്ഥം അവരെ ഈമാനാണ് എന്നല്ല. പിന്നെ അതാ അവരെ ഈമാന് എന്നാ, അത് ഈമാനല്ല, അതാ അവരെ ഈമാന്. അതേതുപോലെ ഞാൻ അന്നൊരു ഉദാഹരണവും പറഞ്ഞു. കുട്ടികള് പൂവി കൊണ്ട് പിട്ടി വിട്ട പോലെയാണ്. അതാ അവന്റെ പിട്ട് എന്ന് പറയല്. അങ്ങനെ ഒറിജിനൽ പിട്ടല്ല. ഇതുപോലെ പറഞ്ഞതാ ബുഖാരിയിൽ. അതാ അവരെ ഈമാന്. അതിന് മൗലവി വെച്ച അർത്ഥം എന്താണ്? അതവരുടെ ഈമാനായിരുന്നു. കബളിപ്പിക്കല്. കേട്ടോളി, ഞാൻ അന്ന് പറഞ്ഞ മറുപടി. അതിനെതിരെ ഒറ്റ അക്ഷരം പറയാതല്ലേ പിന്നെ ഇതേ അറിവ് കേട്ട് ഇവിടെ വന്ന് വിളമ്പുന്നത്. ഞാൻ പറഞ്ഞില്ല, എന്തോ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് പറയണ്ടായിരുന്നോ നിങ്ങൾ? അതൊന്ന് വെച്ചു കൊടുത്ത മോനെ. ആരാ ആകാശം ഭൂമി പഠിച്ചത് ചോദിക്കുമ്പോ എന്നിട്ടോ അള്ളാഹ്ക്ക് കൂറുകാരുണ്ട് എന്ന് ബാധിക്കുകയും ചെയ്യും. അപ്പൊ ഇവർ അള്ളാഹു വിശ്വസിച്ചവരാണോ? അല്ല. കാരണം കൂറുകാരനുള്ള ഒരു അള്ള ഇല്ലല്ലോ. കൂറുകാരനുള്ള ഒരു അള്ളുണ്ടോ? ഇല്ല. അപ്പൊ ഉള്ള അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് അവർ യഥാർത്ഥത്തിൽ വിശ്വസിച്ചവരല്ലാന്ന അതിന്റെ മഹന. അപ്പൊ പിന്നെ ദാരിക ഈമാനുഹും എന്ന് പറഞ്ഞതോ? ഫദാരിക ഈമാനു, അതാ അവരെ ഈമാന് എന്ന് പറഞ്ഞാൽ അത് ഈമാനല്ല. ഏതുപോലെ നമ്മൾ പറയില്ലേ, ചെറിയ കുട്ടികള് കുറച്ച് മണ്ണുകൊണ്ട് പിട്ടു ചുട്ട്, മണ്ണുകൊണ്ട് പിട്ടിവിടല്ലേ നമ്മളെ കുട്ടികൾ. ഏറ്റോ കുറച്ച് കഴിയുമ്പോ തട്ടിങ് മറിച്ചാൽ എന്ത് പറഞ്ഞു? അതാ ഓന്റെ പിട്ട്, ഇന്നെ തിന്നാൻ പറ്റുന്നതല്ലേ ഇത്, അതാ ഓന്റെ പിട്ട്. ഈ പറഞ്ഞ പോലെ പറഞ്ഞതാ, അതാ ഓരോ ഈമാൻ, അവരെ ഈമാൻ എന്നെ ഈമാനല്ല. ഏതുപോലെ ആ മുശ്രിക്കുകളെ നിസ്കാരം ഒന്നല്ല, മുട്ടും പിടിയാണ്. അത് നിസ്കാരം അല്ല എന്നാ പറഞ്ഞത്. അവരെ നിസ്കാരം മുട്ടും വിളിയാണ്. അങ്ങനെ അത് നിസ്കാരാണ്? അല്ല, അത് നിസ്കാരമല്ല. അവരെ നിസ്കാരം മുട്ടും വിളിയാണ്, അങ്ങനെ നിസ്കാരമല്ല. ഇതുപോലെ പറഞ്ഞ അതാ അവരെ ഈമാന്. എന്ത്? അള്ളുണ്ട്. അള്ളുണ്ടോ? ഉണ്ട്. ആകാശഭൂമി പഠിച്ചാരാ? അള്ളാ. ആ അള്ളാഹ്ക്ക് കൂറുകാരനുണ്ടോ? ഉണ്ട്. കൂറുകാരനുള്ള ഒരു അള്ളേ, അങ്ങനെ ഒരു അള്ളുണ്ട്. കൂറുകാരനുള്ള ഒരു അള്ള ഇല്ലല്ലോ. അപ്പൊ അവര് വിശ്വസിച്ചത് ഉള്ള അള്ളാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ്. ഉള്ള റബ്ബിന് കൂറുകാരനില്ല, അവരതൊരു സങ്കല്പമാണ്. ഇതാണ് അള്ളാഹ് ഖുർആൻ ആകമാനം പഠിപ്പിച്ചത്. അതുകൊണ്ട് അവരെ പറ്റി വിശ്വസിക്കുന്നില്ല എന്ന് ഖുർആൻ അള്ളാഹ് പറഞ്ഞത്. അവർ സങ്കല്പിക്കുകയാണ്. ഇനി അതിന് മൗലവിക്ക് ഞാൻ ഖുർആൻ ഓതിയിട്ടാ തെളിവ് അന്നും പറഞ്ഞത്. ഇതേ കഫറൂ ബിറബ്ബി എന്നുള്ള ആയത്താണ് ഓതിയത്. അതിനെ സംബന്ധിച്ച് ഇതുവരെയും പ്രസംഗിച്ചിട്ട് മൗലവി ഒരൊറ്റ അക്ഷരം അങ്ങനെ ഖുർആനിൽ ഉണ്ടെന്നോ ഇല്ലാന്നോ, അല്ലെ ഞങ്ങളെ പരിഭാഷയിൽ അങ്ങനെ അർത്ഥം ഉണ്ടെന്നോ ഇല്ലാന്നോ ഈ പറച്ചൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞോ. മൗലവി ഇവിടെ വന്നിട്ട് ഇത് ഞാൻ കുറച്ച് പാട്ട് പാടട്ടെ എന്ന്. ഭയങ്കര പാട്ട്, എന്താ രസം. CM നോട് ഞാൻ കുറച്ച് പാട്ട് പാടുന്നുണ്ട്. എന്തേ കാരണം എന്നറിയോ? പേരോട് മുസ്ലിയാര് കട്ടുപ്പാറന്റെ നാടിന്റെ അടുത്തുള്ള സ്ഥലം. അവിടെ പോയിട്ട് പറഞ്ഞ്, നിങ്ങളുടെ മൗലവിനെ ഗാനമേളൊക്കെ നന്നായി പറ്റും. അപ്പൊ എന്റെ നാട്ടുകാർക്കൊരു മോഹം, ഞങ്ങളെ ഗാനമേള കുറച്ചൊന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾ കേൾപ്പിക്കും ഇൻഷാ അല്ലാഹ്. മൂപ്പര് നാട്ടിൽ പോയി കേൾപ്പിക്കും. മൂപ്പരും കേട്ടോളൂ. ബദറുളിയാൽ ലംഘുന്നേ പരിമളം വീശിടുന്നേ ബഹുമമികും ശൈഖോരെ കുത്തുബൊലിയോരെ. ബദറും
പാടുന്നുണ്ട്. ഓരോരോ പാട്ട് ഇങ്ങനെ പാടുന്നു, പാട്ടോട് പാട്ട്. ഞാൻ പറഞ്ഞതിന് മറുപടി എന്തുണ്ടോ? ഞാൻ ആയത്തുദ്ധരിച്ചതിന് മറുപടി ഉണ്ടോ? നിങ്ങളെ പരിഭാഷ വായിച്ചതിന് മറുപടി ഉണ്ടോ? മറുപടി ഇല്ല. പിന്നെ പാട്ട് ജോറായിട്ട് ഒക്കെ പാട്ട് എന്റെ മൂപ്പര്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അതൊന്ന് കേട്ടോളി. ഞാൻ അന്ന് പറഞ്ഞ തെളിവ്, ആ തെളിവിനെ അയാൾ നിഷേധിക്കുന്നു. എന്ത് നിഷേധിക്കുന്നു? കഫറൂ ബി റബ്ബിഹിംന്ന് ഖുർആൻ ഓതാണ് ആര്? പേരോട്. പറഞ്ഞതിനെന്താ മറുപടി എന്ന് പറയുന്നല്ലോ, ഒരു മറുപടിയും പറയുന്നില്ല. നിങ്ങളൊന്ന് കേട്ടോളി. നിങ്ങൾ പറയാറുള്ളത് എന്താണ്? മക്കയിലെ മുശ്രിക്ക് അള്ളാഹുവിനെ കാഫിറാക്കിയവരാണ്, നിഷേധിച്ചവരാണ്. അള്ളാഹിനെ കാഫിറാക്കുക എന്നല്ല, അള്ളാഹുവിനെ അവര് നിഷേധിച്ചവരാണ്. എന്നിട്ട് ഇങ്ങനെ മൂപ്പര് ആയത്തോതാറുണ്ട്. അവര് കഫറൂ ബില്ലാഹി, അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു മൂപ്പരായത്തോതലുണ്ട്. ഞാൻ കഫറൂ ബി റബ്ബിഹിം ആയത്തോതാറുണ്ട് എന്റെ വാദത്തിന്, എന്റെ എല്ലാ മുസ്ലിം ലോകത്തിന്റെ വാദത്തിന് തെളിവായി. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ അതിനൊരു മറുപടി പറഞ്ഞോ? മറുപടി ഒന്നും പറഞ്ഞില്ല. അത് മറുപടി പറയാത്തോണ്ട് ഞാൻ അടുത്ത പ്രസംഗത്തിൽ ചോദിച്ചു, നിങ്ങൾക്ക് അതിന്റെ മറുപടി പറയരുതോ? എന്നിട്ടും പറഞ്ഞില്ല മറുപടി. അപ്പർ ഞങ്ങളൊന്ന് കേട്ടോളി. ഞാൻ അവരെ പരിഭാഷ സഹിതം മുമ്പ് വായിച്ചിട്ട് മറുപടി എന്താ പറയാത്തത് ചോദിച്ചത്. പിന്നെ മൂപ്പർ പറയാ പേരോട് പറയുന്ന കഫറൂ ബി റബ്ബിഹിം, മക്കാ മുശ്രിക്കീകൾ അല്ലാഹുവിനെ നിഷേധിച്ചു, അല്ലാഹുവിൽ അവിശ്വസിച്ചു എന്ന് പേരോട് പറയും. അങ്ങനെ ഖുർആനിലില്ലേ? അവിശ്വസിച്ചു എന്ന് ഖുർആനിലില്ലേ? എടുക്ക് നിങ്ങളെ പരിഭാഷ, മുജാഹിദിന്റെ പരിഭാഷ. എന്താ ഖുർആനിലുള്ളത്? പാച്ചക്കള്ളം എന്ന് പറയേ. ഇസ്ലാമിനെതിരെ നിങ്ങളെ മുജാഹിദിന്റെ പരിഭാഷ എടുത്തു വായിക്കും. എന്തായാലുള്ളത് വായിച്ചേ. ഉലൈകല്ലദീന കഫറൂ ബി റബ്ബിഹിം, എന്താ അർത്ഥം? അക്കൂട്ടർ അവരുടെ തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ. മക്കാ മുശ്രിക്കുകൾ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ. ഖുർആന് നിങ്ങൾ പറഞ്ഞ അർത്ഥമല്ലേ ഞാൻ പറഞ്ഞു? അന്ന് ഞാൻ ഖുർആൻ പരിഭാഷ ഇവിടെ വെച്ചിട്ട് സഹസ്ര കൊണ്ട് വായിപ്പിച്ചതാണത്. എന്നിട്ടും മൂപ്പർ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. മൂപ്പര് പേരോട് കഫറൂ ബി റബ്ബിഹിം ആയത്തോന്നു. പിന്നെ ഞാൻ രാമായണ ഓതണ്ടി? ഞാൻ പിന്നെ രാമായണാണോ മൗലവി ഓതേണ്ടത്? ഞാൻ ഈ ഓതിയ ആയത്തിന് നിങ്ങളുടെ മറുപടി എന്ത്? അത് നിങ്ങൾ പറഞ്ഞു ഇതുവരെ. നിങ്ങൾ കബളിപ്പിക്കല്ലേ ജനങ്ങളെ. ഇനി സഹോദരന്മാരെ, നിങ്ങളോ ശരിക്കും മനസ്സിലാക്കണം, മക്കാ മുശ്രിക്കുകൾക്ക് വിശ്വാസമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞതല്ലല്ലോ, ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണല്ലോ. എന്നാ ഞാൻ ചോദിക്കുന്നു, മക്കാ മുശ്രിക്കുകൾ കഫറൂ ബി റബ്ബിഹിം, അവരെ റബ്ബിൽ അവിശ്വസിച്ചു എന്ന് ഖുർആനിലുണ്ട്, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വിശ്വസിച്ചു എന്നതിന് ഖുർആനിൽ ഏതെങ്കിലും ഒരായത്തിൽ അവർ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ? മക്കാ മുശ്രിക്കുകളെ സംബന്ധിച്ച് ആമനൂ ബി റബ്ബിഹിം, അവര് റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചവരാണ് എന്ന് വല്ല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ആയത്തൊന്ന് കേൾക്കട്ടെ മൗലവിമാരെ. ആ ആയത്താ ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. നിങ്ങൾ ഓതാറുണ്ട്. ഞാനുമായി വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതാൻ വന്നിരുന്ന ഒരു വലിയ മൗലവി, ഇവരെ വലിയ മൗലവിമാര്. ഒന്ന് വന്നത് CP ഉമർ സുല്ലമിയാണ്, മറ്റൊന്ന് അബ്ദുറഹ്മാൻ സലഫിയാണ്. ഇവിടെ വെളിയങ്കോട്ട് വെച്ച ആ വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതുന്നത്. അവിടെ നിന്ന് ഈ ചർച്ച വന്നു. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് എനിക്ക് വ്യവസ്ഥ എഴുതാൻ അധികാരപ്പെടുത്തി എഴുതുന്ന കത്തില് വ്യവസ്ഥ എഴുതാൻ അധികാരപ്പെടുത്തി എഴുതിയപ്പോ കൂടെ ഉസ്താദ് എഴുതി വേണ്ടി വന്നാൽ വാദപ്രതിവാദം നടത്താനും അധികാരപ്പെടുത്തി എഴുതി. എനിക്ക് മനസ്സിലായില്ല ഇതെന്താ എഴുതിയതെന്ന്. ചെന്നപ്പോ പിന്നെ അവിടെ തന്നെ വാദപ്രതിവാദമായിപ്പോയി. വ്യവസ്ഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോ വാദപ്രതിവാദമായി മാറി. ആ വാദപ്രതിവാദം നടക്കുന്ന സമയത്ത് മൗലവിമാര് ഓതി എന്ന ആയത്തോതി. അതിന്റെ അർത്ഥം അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവരായിട്ടല്ലാതെ അവർ വിശ്വസിക്കുന്നില്ല. ഞാൻ ചോദിച്ചിപ്പോ എന്തായി? പങ്കുകാരനുള്ളവർ അല്ലാഹുവിൽ അവർ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു അള്ളണ്ടോ? പങ്കുകാരനുള്ള ഒരു അള്ളണ്ടോ? അവര് വിശ്വസിക്കുന്ന കൂറുകാരനുള്ള ഒരു അല്ല. അങ്ങനെ ഒരു കൂറുകാരനായ ഒരു ഷെയറുകാരനായ ഒരു അള്ളണ്ടോ? അങ്ങനെ ഒരു അള്ളില്ലല്ലോ. അപ്പൊ അവർ വിശ്വസിക്കുന്നത് ഉള്ള അല്ലാഹുവിലല്ല. ഉള്ള അല്ലാഹുവിന് ലാ ശരീക ലഹു, ഒരു കൂറുകാരുടെ പ്രശ്നമേ ഇല്ല. അപ്പൊ കൂറുകാരനുള്ള അള്ളുണ്ട് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിൽ വിശ്വാസാവൂല, അതൊരു സങ്കല്പമേ ആവുള്ളൂ. അത് സങ്കല്പമേ ആവുള്ളൂ. ഇതാണ് സഹോദരന്മാരെ യഥാർത്ഥത്തിലുള്ളത്. എന്നാൽ മൗലവിക്ക് ആമനൂ ബി റബ്ബിഹിം എന്നൊരായത്ത് കാണിക്കാൻ കഴിയാത്തത് കൊണ്ട്
മൗലവി ഇവിടെ വെച്ച് നടത്തിയ കബളിപ്പിക്കൽ കേൾക്കണോ നിങ്ങൾക്ക്? സൂറത്തുൽ മുഅ്മിനൂനിൽ നിന്ന് കുറച്ച് ആയത്തുകളും സൂറത്ത് യൂനുസിൽ നിന്ന് ആയത്തുകളും ഇയാൾ ഓതുകയാണ്. ഞാൻ പറയട്ടെ, ആ ആയത്തിൽ ഒരൊറ്റ സ്ഥലത്തും മക്കാ മുശ്രിക്കുകൾ അല്ലെങ്കിൽ അറേബ്യൻ മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല കേട്ടോ. വിവരമില്ലാത്ത മുജാഹിദുകളുടെ ആഖിറം നഷ്ടപ്പെടുത്താൻ വേണ്ടി മൗലവി അവരെ കബളിപ്പിക്കുകയാണ്. ആ ആയത്തിലൊക്കെ ഉള്ള എന്താ? ആ ആയത്തിലൊക്കെ പറയുന്നത് ആകാശവും ഭൂമിയും പഠിച്ചതാരാണ്, അല്ലെങ്കിൽ അധികാരമുള്ളവരാണ് എന്നൊക്കെ ചോദിച്ചാൽ ആരാണ് ചോദിക്കുമ്പോ വേറൊരു മറുപടി പറയാൻ കിട്ടാത്തതുകൊണ്ട് അബൂജഹലും കക്ഷികളും പറയും അല്ലാ 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 എന്ന് പറയും. എന്നാൽ ആ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹ് എന്ത് പറയുന്നു? ഇന്നഹും ലകാദിബൂൻ, അവർ കള്ളം പറയുന്നവരാണ് നബിയെ. നേരാക്കണ്ട, കള്ളം പറയുന്നവരാണ്. വേറൊരായത്ത് മൂപ്പർ ഓതിയതോ അതിന്റെ ലാസ്റ്റിൽ എന്താ പറയുന്നത്? ലാ യുമിനൂൻ, അവർ വിശ്വസിക്കുന്നില്ല നബിയെ. വിശ്വസിക്കാണ്ട് പറയാണ്. ഇത് വ്യക്തമായിട്ട് ഈ ആയത്തുകളിലുണ്ട്. പക്ഷേ അത് മൗലവി പഠിപ്പിക്കുന്നില്ല, പറയുന്നില്ല. അല്ലാഹുവേ, വിവരമില്ലാതെ പെട്ടുപോയവർക്ക് നീ സന്മാർഗം കാണിച്ചു കൊടുക്കണം റഹ്മാനെ. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, അറിവില്ലാത്ത ഈ പാപങ്ങളെ ഇവരെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയല്ലേ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തിട്ട്. കപടന്മാരും അവിശ്വാസികളുമായ മുശ്രിക്കുകളുടെ വാക്കല്ലേ. അതൊക്കെ പടച്ചതാരാണ്, കൊടുക്കുന്നതാരാണ്? നീക്കുമ്പോ അള്ളയാണെന്നുള്ളത് മുശ്രിക്കുകളുടെ വാക്കല്ലേ. മുശ്രിക്കീങ്ങളെ വാക്ക് നമുക്ക് തെളിവാണോ? അള്ളാന്റെ വാക്കല്ലേ നമുക്ക് തെളിവ്. മുശ്രിക്കീങ്ങളാണ് അത് പറഞ്ഞതെന്ന് ഖുർആനിൽ തന്നെ ഇല്ലേ? മുശ്രിക്കീങ്ങളെ വാക്ക് എങ്ങനെ നമുക്ക് തെളിവാകും? നമുക്ക് തെളിവ് അള്ളാന്റെ വാക്കല്ലേ. അള്ളാഹു പറയുന്നു അവര് വിശ്വസിച്ചവരല്ല. കഫറൂ ബിറബ്ബിഹിം, അവരവരുടെ റബ്ബിൽ അവിശ്വസിച്ചവരാണ്, വിശ്വസിച്ചവരല്ല. മൗലവി ഇവിടെ എന്താ പറഞ്ഞത്? അള്ളാഹുവിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതിനാണ് ആയത്ത്. ഏതാണ് ആയത്ത്? ഖുല്ലിമനിൽ അർദു വമൻ ഫീഹാ ഇൻ കുൻതും തഅലമൂൻ. ഇവിടെ മൗലവി ഓതിയ ഒരു ആയത്താണ്. ശരിക്കും പഠിച്ചോളൂ ഈ വിഷയം. എന്താണ് ഇതിന്റെ പശ്ചാത്തലം? ഒന്നാദ്യം പറയാം. ഈ ആയത്തിന്റെ പശ്ചാത്തലം എന്താ? 3 വിശ്വാസങ്ങളുള്ള ഒരു കക്ഷി. ഏതാ 3 വിശ്വാസം? ഒന്ന്, അള്ളാഹുവിന് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയില്ല. ഒരു വിശ്വാസം. അത് തന്നെ ശിർക്കാണ്. കാരണം അള്ളാഹ്ക്ക് കഴിവില്ല എന്നാ വിശ്വാസം. അപ്പോ യഥാർത്ഥത്തിൽ കഴിവുള്ള അള്ളാഹുവിൽ വിശ്വസിച്ചില്ല. മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവർ അള്ളാഹുവിൽ അവർ വിശ്വസിച്ചില്ല. അപ്പൊ കഴിവില്ലാത്തൊരു പഠിച്ചവൻ അവർ പറയുന്ന സങ്കല്പം. പിന്നെ അവരുടെ വിശ്വാസം എന്താണ്? മലക്കുകൾ അള്ളാന്റെ പെൺകുട്ടികളാണ്. അപ്പൊ പെൺകുട്ടികളുള്ള അള്ളാഹ്. പിന്നെന്താ വിശ്വാസം? ഇബാദത്തിന്റെ അർഹത പഠിച്ചോന് മാത്രമല്ല ഞങ്ങളെ വിഗ്രഹങ്ങൾക്കും ഉണ്ട്. അപ്പോ ഏക ഇലാഹായ അല്ലല്ല, പിന്നെ ഇബാദത്തിന് അർഹതയുള്ള വേറെയുണ്ട്. അങ്ങനെ ഈ 3 ശിർക്ക്, ഈ 3 ബഹുദൈവ വിശ്വാസം, ഈ 3 ബഹുദൈവ വിശ്വാസമുള്ള കക്ഷികൾ, ആ കക്ഷികളുമായിട്ട് വാദപ്രതിവാദം നടത്താൻ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ, വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ എന്ന് പറഞ്ഞില്ലേ? നബിയെ, തങ്ങൾ അവരോട് സംവാദം നടത്തി, തങ്ങൾ അവരോട് ചോദ്യം പറഞ്ഞു കൊടുക്കുക. അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുശ്രിക്കുകളോട് ചോദിക്കേണ്ട ചോദ്യം പറഞ്ഞു കൊടുക്കുക. ആ ചോദ്യം പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് മൗലവിയുടെ മൂടി വെച്ചൊക്കെ ഞാൻ പറയാൻ പോവാ. അതിന് മുമ്പ് അല്ലാഹ് എന്താ ചെയ്യുന്നത്? അവരാരാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കണം. ആര്? മക്കാ മുശ്രിക്കുകൾ. അല്ലാഹ് പറയാണ്, അയാൾ ഇവിടെ ഓതിയ ആയത്ത് 84-ാമത്തെ ആയത്ത് സൂറത്തുൽ മുഅ്മിനൂൻ. ഞാൻ ഇപ്പോ ഓതുന്നത് 80-ാമത്തെ ആയത്ത്. അവിടെ അങ്ങോട്ട് 84-ലേക്ക് ഞാൻ എത്തും. വഹുവല്ലദീ യുഹീ വയുമീതു വലഹു ഇഖ്തിലാഫുൽ ലൈലി വന്നഹാരി അഫലാ തഖിലൂൻ. അർത്ഥം ഞാൻ എന്റെ പേപ്പറിലൊക്കെ അവരെ പരിഭാഷ വയ്ക്കും. അവൻ തന്നെയാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനും രാവും പകലും വ്യത്യാസപ്പെടുത്തുന്നതും അവന്റെ വകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിരുത്തുന്നില്ലേ? ഇവിടെ ആകാശങ്ങളെയും ഭൂമികളെയും ഒക്കെ പടച്ച് രാത്രിയും പകലും ഒക്കെ നിയന്ത്രിക്കുന്ന റബ്ബ്, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന റബ്ബ്, ആ റബ്ബിന് മരിച്ചവരെ ഹയാത്താക്കാൻ കഴിയൂല എന്ന് പറയുന്ന നിങ്ങൾ ബുദ്ധിയില്ലാത്തവരല്ലേ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. എന്നിട്ട് അല്ലാഹ് പറയുന്നത് ബൽ ഖാലൂ മിസ്ല മാ ഖാലൽ അവ്വലൂൻ. എന്നാൽ പൂർവീകന്മാര് പറഞ്ഞ അതേമാതിരി അവർ പറയുകയാണ്. അവരെ മുൻഗാമികളായ ചിലർ മരിച്ചതിന് ശേഷം ജീവിതമില്ലെന്ന് പറഞ്ഞു. അത് തന്നെ ഇവരും പറയാണ്. അല്ലല്ലാത്ത ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവരും പറയാണ്. അള്ളാഹ്ക്ക് പെൺകുട്ടികളുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവരും പറയാണ്. അല്ലാഹ് പറയാ, ചോദിക്കാണ്, ആരോ ആ പൂർവീകന്മാർ എന്താ പറഞ്ഞത്? അവര് പറയുന്നു, ഞങ്ങൾ മരിക്കുകയും മണ്ണും എല്ലുമായി തീരുകയും ചെയ്താൽ ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരായിരിക്കുമെന്നോ? അത് സംഭവ്യമല്ല. മരിച്ചതിന് ശേഷം ജീവിക്കൂല എന്നാണ് അവർ പറയുന്നത്.
എന്നിട്ട് അല്ലാഹ് പിന്നെയും പറയാണ് ലഖദ് വഅദിനാ നഹ്നു വആബാഉനാ ഹാദാ മിൻ ഖബ്ലു ഇൻ ഹാദാ ഇല്ലാ അസാതിറുൽ അവ്വലീൻ. അവര് പിന്നെയും പറയാണ് ഞങ്ങളോടും മുമ്പ് ഞങ്ങളുടെ പിതാക്കളോടും ഇത് വാഗ്ദത്തം ചെയ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഇത് പൂർവീകന്മാരുടെ പഴങ്കഥകളല്ലാതെ വേറെ ഒന്നുമല്ല. മരിച്ചവർ ജീവിക്കുന്നത് വെറുതെ പറയാണ്, പഴങ്കഥയാണ്. അങ്ങനെയാണ് മരിച്ചവരൊക്കെ ജീവിച്ച് വരണ്ടേ എന്ന് അബൂജഹൽ ചോദിക്കുന്നത്. മനസ്സിലായില്ലേ അബൂജഹലിന്റെ ചോദ്യം? അങ്ങനെ എത്ര ആൾ മരിച്ചു, ആരും വരുന്നത് കാണുന്നില്ലല്ലോ. പിന്നെയോ ആ അബൂജഹലിനെ നേരിടാൻ വേണ്ടി ചോദ്യം പറഞ്ഞു കൊടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഖുൽ, നബിയെ ചോദിക്കൂ, പറയൂ, ലിമനിൽ അർളു വമൻ ഫീഹാ, ലിമനിൽ അർളു, ഭൂമിയും അതിലുള്ളവരും ആരുടേതാണ്? നിങ്ങൾക്കറിയാമെങ്കിൽ പറയൂ. ഇൻ കുന്തും തഅലമൂൻ ഫീഹാ ഇൻ കുന്തും തഅലമൂൻ. സയഖൂലൂന ലില്ലാഹ്, അവർ പറഞ്ഞുകൊള്ളും അല്ലാഹുവിന്റേതാണ് എന്ന് പറയുക. എന്നാൽ നിങ്ങൾ ആലോചിക്കുന്നില്ലേ? അവർ പറഞ്ഞുകൊള്ളും അല്ലാഹുവിന്റേതാണ്, അവർ വിശ്വസിക്കുന്നു അല്ലാഹുവിന്റേതാണ് എന്നല്ല, അവർ പറഞ്ഞുകൊള്ളും. അവർ പറയുന്നത് അങ്ങനെയാണ്, മറുപടി കിട്ടാതിരിക്കുമ്പോൾ പറയുന്നത് അങ്ങനെയാണ്, അല്ലാഹുവിന്റേതാണെന്ന് പറയുക. എന്നാൽ നിങ്ങൾ ആലോചിക്കുന്നില്ലേ? നിങ്ങൾ ആലോചിക്കുന്നില്ലേ? അള്ളാഹിന്റെതാണേ പിന്നെ നിങ്ങൾക്ക് എന്തേ മരിച്ചാൽ ജീവിതം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ, നിങ്ങൾക്ക് എന്തേ അള്ളാഹിനെ തന്നെ ആരാധിച്ചാൽ? ഇതാ നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ഖുൽ മൻ റബ്ബുസ് സമാവാതി സബഇ വറബ്ബുൽ അർശിൽ അദീം. ചോദിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും ചോദ്യം പഠിപ്പിക്കുകയാണ് അല്ലാഹു തആല. ചോദിക്കുക, 7 ആകാശങ്ങളുടെ നാഥനും മഹത്തായ അർശിന്റെ നാഥനും ആരാ? സയഖൂലൂന ലില്ലാഹി ഖുൽ അഫലാ തത്തഖൂൻ. അവർ പറഞ്ഞുകൊള്ളും അതും അല്ലാഹുവിന്റേതാണെന്ന് പറയുക. എന്നാൽ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? അള്ളാഹിന്റേതാണെന്ന് പറയുന്ന നിങ്ങൾ എന്തേ സൂക്ഷിക്കാത്തത്? പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ശഹാദത്ത് കലിമ അംഗീകരിക്കണ്ടേ? നിങ്ങൾ എന്നെ പിന്തുടരണ്ടേ? ഇതാണ് ചോദ്യം. ഇനിയും കേട്ടോളൂ. അതാ അല്ലാഹു തആല വീണ്ടും ചോദ്യം പഠിപ്പിക്കുന്നു. ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുന്തും തഅലമൂൻ. ചോദിക്കുക, എല്ലാ വസ്തുവിന്റെയും ഭരണാധികാരം തന്റെ കൈവശമാണ്, അവനാണ് രക്ഷ നൽകുന്നത്, അവനെതിരിൽ രക്ഷ നൽകപ്പെടുകയുമില്ല. ഇങ്ങനെയുള്ള ഒരുവൻ ആരാണ്? നിങ്ങൾക്കറിയാമെങ്കിൽ പറയൂ. സയഖൂലൂന ലില്ലാഹി ഖുൽ ഫഅന്നാ തുസ്ഹറൂൻ. അവർ പറഞ്ഞുകൊള്ളും അതെല്ലാം അല്ലാഹുവിനുള്ളതാണ് എന്ന് പറയുക. എന്നാൽ എങ്ങനെയാണ് നിങ്ങൾ മായത്തിലകപ്പെട്ടു പോകുന്നത്? അതൊക്കെ അള്ളാഹിന്റേതാണെന്ന് പറയുന്ന നിങ്ങൾ എന്തേ മായത്തിലകപ്പെട്ടു പോകുന്നത്? എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞൂടെ? ഇതൊക്കെ അള്ളാഹിന്റെ എന്ന് പറയും. നിങ്ങൾക്ക് അള്ളാഹ് മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് പറഞ്ഞുകൂടെ? നിങ്ങൾക്ക് അള്ളാഹുവിൽ അങ്ങ് വിശ്വസിച്ചുകൂടെ? ഈ ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ അവസാനം അല്ലാഹു പറയുന്നു, ബൽ അതൈനാഹും ബിൽ ഹഖ് വഇന്നഹും ലകാദിബൂൻ. ഇവരിങ്ങനെ മറുപടി പറയുന്നതിന്റെ കാരണം അല്ലാഹു പറയാണ്, പക്ഷേ വാസ്തവത്തിൽ നാം അവർക്ക് യഥാർത്ഥവും കൊണ്ടുവന്നിരിക്കുകയാണ്. നിശ്ചയമായും അവരാകട്ടെ കള്ളവാദികളുമാണ്, കളവ് പറയുന്നവരാണ്. അപ്പൊ ഈ അബൂജഹലിന്റെ വാക്ക് കള്ളത്തരമാണ്, കാപട്യമാണ് എന്ന് അല്ലാഹു തന്നെ അവിടെ പറയുന്നില്ലേ? അള്ളയാണ് എന്ന് പറയുന്ന കക്ഷികളെ കുറിച്ച് അല്ലാഹു തന്നെ പറയുന്നു, വഇന്നഹും ലകാദിബൂൻ, അവർ കളവ് പറയുന്നവർ തന്നെ. അപ്പൊ അവർ കള്ളം പറയാണ്, കാപട്യം പറയാണ് എന്ന് അല്ലാഹു തന്നെ അവിടെ പഠിപ്പിച്ചിട്ടില്ലേ? അടുത്ത ആയത്ത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? അല്ലാഹു പറയുന്നു, മത്തഖദല്ലാഹു മിൻ വലദിൻ വമാ കാന മഅഹു മിൻ ഇലാഹിൻ ഇദല്ല ദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ വല അലാ ബഅദുഹും അലാ ബഅദിൻ സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. അല്ലാഹ് ഈ ചോദ്യങ്ങൾക്ക് മുഴുവനും മക്കാ മുശ്രിക്കീങ്ങള് അതേ ഭൂമിയിലുള്ളതും ഭൂമിയൊക്കെ അള്ളാന്റേതാണ്, എല്ലാം കൊടുക്കുന്നവൻ അള്ളയാണ് എന്ന് ചോദ്യത്തിന് ഇത്തരത്തിൽ മുട്ടിയപ്പോ മറുപടി പറഞ്ഞ മുശ്രിക്കീങ്ങളെ മുന്നിൽ അള്ളാഹ് ശേഷം പറയുന്നത് കേട്ടോ നിങ്ങൾ? എന്താ പറയുന്നത്? അള്ളാഹു യാതൊരു സന്താനത്തെയും സ്വീകരിച്ചിട്ടില്ല. എന്താ അള്ളാഹ്ക്ക് മക്കളുണ്ട് അവരുടെ വാദം? അവനോടൊപ്പം യാതൊരു ഇലാഹും ഇല്ലതാനും, അള്ളാന്റെ കൂടെ വേറെ ദൈവങ്ങളുണ്ട് എന്നാ വാദം. അതിനെ അള്ളാഹ് ഗണ്ണിക്കുകയാണ്. ഉണ്ടെന്നു വരികിൽ അല്ലല്ലാത്ത ദൈവമുണ്ടെന്നല്ലേ അബൂജഹൽ പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലാഹ് പറയാണ്, ഓരോ ഇലാഹും അവൻ സൃഷ്ടിച്ചതും കൊണ്ടുപോവുകയും അവരിൽ ചിലരുടെ മേൽ പൊങ്ങച്ചം കാണിക്കുകയും ചെയ്യുമായിരുന്നു. അവര് വർണ്ണിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് അല്ലാഹു പരിശുദ്ധൻ. അവര് പറയുന്നത് അള്ളാന്റെ പറഞ്ഞ വേറും ദൈവം ഉണ്ടെന്നല്ലേ? അപ്പൊ ആ ദൈവം കുറച്ചുണ്ടാക്കി, കുറച്ച് ഈ ദൈവം ഉണ്ടാക്കി, എന്റെ ദൈവങ്ങൾ തമ്മിൽ തല്ലാവൂലേ എന്നാ അള്ളാഹ് ചോദിക്കുന്നത്. അപ്പൊ അവര് വിശ്വസിക്കുന്നത് ഏത് ദൈവത്തിലാണ്? പരസ്പരം പോരാടാൻ കഴിവുള്ള,
അള്ളയുമായി പോരാടാൻ കഴിവുള്ള ദൈവങ്ങൾ ഉണ്ടെന്നാണ് മക്കാ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചതെന്ന് ഈ അടുത്ത ആയത്ത് വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇനി അതിന്റെ പുറമേ മുജാഹിദിൽ പെട്ടുപോയ ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ചിന്തിച്ചോ. ഇത് പേരോടിന്റെ വിവരണമല്ല. നിങ്ങളെ നേതാവിന്റെ ഖുർആൻ പരിഭാഷ നോക്കിയിട്ട് മറ്റൊരായത്തിന്റെ അർത്ഥം അതാ എഴുതിയത് വായിക്കട്ടെ. ഖുൽ ലൗ കാന മഅഹു ആലിഹത്തുൻ കമാ യഖൂലൂന ഇദൽ ലബ്തഗൂ ഇലാ ദിൽ അർശി സബീലാ. ഈ ആയത്തിന്റെ അർത്ഥം വിശദീകരിച്ചുകൊണ്ട് നിങ്ങളെ മൗലവി തന്നെ നിങ്ങളെ പരിഭാഷയെ തന്നെ എഴുതുകയാണ്. പ്രപഞ്ചനാഥന് പുറമെ മറ്റു ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ അടുത്ത് ചെന്ന്, ആരടുത്ത്? പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ അടുത്ത് ചെന്ന് അവനുമായി പൊരുതി അധികാരം കൈവശപ്പെടുത്താൻ അവർ ശ്രമിക്കുമായിരുന്നു. അപ്പൊ അള്ളയായിട്ട് പൊരുതിയിട്ട് അധികാരം പിടിച്ചെടുക്കാൻ കഴിവുള്ള ദൈവങ്ങളിലാണ് മുശ്രിക്കുകൾ വിശ്വസിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? അള്ളയാണ് ഇത് മുഴുവനും പഠിച്ചതെന്ന് പറയുന്ന നിങ്ങൾക്ക് അള്ള മാത്രമേ ദൈവമുള്ളൂ, അവന് കൂറുകാരനില്ല എന്ന വസ്തുത എന്തേ അംഗീകരിക്കാത്തത്? അത് നിങ്ങളുടെ വെറും കള്ളവാദമല്ലേ? നിങ്ങൾ ഉത്തരം മുട്ടും അങ്ങനെ പറയുന്നതല്ലേ? ഇതാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. നിങ്ങളെ അമാനി മൗലവിന്റെ പരിഭാഷയിൽ ഇനിയും എഴുതുന്ന നോക്കോ. എന്താണ് അവരവരെ പറ്റി വിശ്വസിച്ചത്? അള്ളാഹുവിന് സമന്മാരെ കൽപ്പിക്കുക, സന്താനങ്ങളെ കൽപ്പിക്കുക എന്നീ രണ്ടു തരം ശിർക്കിനെയും ഖണ്ഡിക്കുകയാണ് ഈ വചനങ്ങൾ ചെയ്യുന്നത്. അവൻ മക്കളെ സ്വീകരിച്ചിട്ടില്ല, അവനോടൊപ്പം വേറെ ഇലാഹുമില്ല, അവനല്ലാതെ മറ്റൊരു ഇലാഹു ഉണ്ടായിരിക്കുവാൻ നിവൃത്തിയുമില്ല. കാരണം അവനെ കൂടാതെ മറ്റു വല്ല ഇലാഹും ഉണ്ടാകുന്ന പക്ഷം അവർ തമ്മിൽ അധികാര വടംവലിയും അവകാശ തർക്കവും അനിവാര്യമാണ്. ഇതൊന്നും കൂടാതെ ലോകമൊട്ടുക്കും ഒരേ വ്യവസ്ഥയും കീഴിൽ നിലകൊള്ളുന്നത് ആർക്കും കാണാവുന്നതാണല്ലോ. അപ്പൊ നിങ്ങൾ നോക്ക്, ഇവിടുന്ന് പ്രസംഗിച്ച എന്താ മൗലവി? മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ച് അവരെ ദൈവങ്ങൾക്ക് ഒരു കഴിവുമില്ല, ഒന്നിനും സാധിക്കൂല, പടച്ചോന്റെ കീഴിലുള്ള വെറും ഔലിയാക്കളെ പറ്റി സുന്നികൾ പറയും പോലെയാണ് എന്നാ മൗലവി പറഞ്ഞല്ലേ. ഞാൻ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ പിന്നെ അള്ളാഹ് ചോദിച്ചതിന് വല്ല അർത്ഥമുണ്ടോ? എന്ത് ഒന്നിലധികം ദൈവം ഉണ്ടെങ്കിൽ പരസ്പരം പോരടിച്ചിട്ട് ഒട്ടാകെ നശിച്ചു പോയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? കാരണം അള്ളാഹിന്റെ കീഴിലുള്ളല്ലോ, പിന്നെ പോരുണ്ടാവില്ലല്ലോ. അപ്പൊ അള്ളാഹ് പറഞ്ഞത് ഒന്നിനല്ലാണ്ടായില്ലേ? അപ്പൊ ഇത് സഹോദരന്മാരെ, ഈ മൗലവിമാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്, ആയത്തോതി കബളിപ്പിക്കുകയാണ്. ഞാനിപ്പോ പറഞ്ഞല്ലോ, ഈ മൗലവി ഉദ്ധരിച്ച ആയത്തിന്റെ ഒക്കെ അവസാനത്തിൽ ഇവർ കളവ് പറയുന്നവരാണ് ഈ മുശ്രിക്കീങ്ങൾ. അല്ലാഹ് 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 എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ കളവ് പറയുന്നവരാണ് എന്ന് അതിന്റെ അവസാനം പറഞ്ഞിട്ടുണ്ട്. അത് മൗലവിനെ കൊണ്ട് തന്നെ അല്ലാഹ് സമ്മതിപ്പിക്കുന്നതാണ് എന്ന് നിങ്ങൾ കേൾക്കുന്നത്. ഇടക്കൊന്ന് മൗലവി വന്നാലേ നമുക്കൊരാവേശം വരും. കേട്ടോളി, നേരത്തെ ഉപ്പര് പറഞ്ഞ എന്താ പേരുണ്ട പോലെ കാപ്പട്ടിയൊന്നുമില്ല അബൂജഹലിന്നല്ലേ. ഇപ്പൊ മൗലവി കൊണ്ട് സമ്മതിപ്പിക്കാൻ പറയട്ടെ, സമ്മതിക്കണം. നാം അവരിൽ സത്യവുമായിട്ട് അവരെ സമീപിച്ചിരിക്കുന്നു, സത്യം അവരിലേക്ക് എത്തിയിട്ടുണ്ട്, പക്ഷേ അവരിപ്പോഴും കളവ് പറയുന്നവര് തന്നെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. അല്ലാഹ് പറയുന്ന അവർ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നവര് തന്നെ. ഇതല്ലേ ഞാൻ പറഞ്ഞത്, അബൂജഹലിന്റെ വാക്ക് വിശ്വസിക്കണ്ട, കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. മൗലവി എന്തേ പറഞ്ഞത്? അബൂജഹൽ അങ്ങനത്തെ പേരുണ്ട പോലത്തെ കാപ്പട്ടിയൊന്നുമില്ല റളിയല്ലാഹു അൻഹു പറയാൻ ഞാൻ ഭാഗ്യം. അബൂജഹൽ റളിയല്ലാഹു അൻഹു കൂടി പറയേണ്ട ചാൻസ് ഉണ്ടായിരുന്നു മൗലവിക്ക്. എന്തേ പറയാനൊന്നും അറിയില്ല.